പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. നവയോഗികളോട് ഭാഗവത ധർമ്മം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോ ഒറ്റ ശ്ലോകത്തിലാണ് ഉത്തരം. എല്ലാവർക്കും അറിയുന്ന ശ്ലോകമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ശ്ലോകം അറിയുമെന്ന് വെച്ചാൽ ഈ ശ്ലോകം അറിയാതിരിക്കില്ല. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അവിടെ അതൊരു ആദേശമായിട്ട് സമർപ്പയേത്തത് എന്ന് ഉപദേശിച്ചു. ഇവിടെ സമർപ്പയാമി എന്നാണ്. കായേന ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്തൊക്കെ ചെയ്യപ്പെടുന്നു അതൊക്കെ നാരായണനെ സമർപ്പിക്കുക എന്ന് വെച്ചാൽ ഭഗവാനെ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുക. ഭഗവാനാണ് കർത്താ ഭോക്ത, ഞാനല്ല എന്ന് അഭിമാനം ഉദിക്കാൻ അനുവദിക്കാതെ ഇരിക്കുക. അതാണ് സമർപ്പണം. ഭഗവത് ഭാവം ഉള്ളിലുണ്ടെങ്കിൽ അഭിമാനം ഉദിക്കില്ല. അഭിമാനം ഉദിക്കുമ്പോൾ ഭഗവത് ഭാവം പോയി പോകും. അഭിമാനം ഉദിക്കുമ്പോ അഖണ്ഡമായ പ്രജ്ഞ ഖണ്ഡിക്കപ്പെടും. ഏകദേശീയ സത്ത ഉണ്ടാവും. ലോക്കലൈസ്ഡ് എക്സ്പീരിയൻസ് ഓഫ് വൺസ് സെൽഫ് ഈസ് ബോൺ the moment you know yourself as an ego, as a person. Then that very moment the infinity of awareness is cut. അപ്പൊ തന്നെ ഞാൻ ഒരു വ്യക്തിയായിട്ട് തീർന്നു, ഒരാളായിട്ട് തീർന്നു, അഹങ്കാരമായിട്ട് തീർന്നു, അഭിമാനമായിട്ട് തീർന്നു. ആ അഭിമാനം, അസ്മിത ഭഗവത് അർപ്പണം ചെയ്യുമ്പോൾ പ്രപത്തി ധർമ്മം, പ്രപത്തി എന്ന് വെച്ചാൽ ശരണാഗതി. ശരണാഗതി ചെയ്യുമ്പോ, ശരണാഗതി എന്നുള്ളതൊരു പ്രത്യേക കർമ്മമല്ല. ഭഗവത് സ്മരണ ഉണ്ടാവുമ്പോ ശരണാഗതി താനേ ഉണ്ടാവും. ശരണാഗതി ചെയ്യാൻ എന്താ വിരോധം? ഭഗവാൻ ഇന്നലെ പറഞ്ഞു, നമാം ദുഷ്കൃതിനോ മൂഢാഹ പ്രപദ്യന്തെ നരാധമാഹ മായയാ അപഹൃതജ്ഞാനാഹ ആസുരം ഭാവം ആശ്രിതാഹ. ദുഷ്കർമ്മത്തിന്റെ ആഫ്റ്റർ എഫക്റ്റാണ് താമസ അഹങ്കാരം. അത് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയും. ന പ്രപദ്യന്തെ നരാധമാഹ. പ്രപത്തി ചെയ്യുന്നവരെങ്ങനെയൊക്കെ പ്രപത്തി ചെയ്യും. ചിലര് അവർക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോ, ശാരീരികമായിട്ടുള്ള വിഷമം വരുമ്പോ പ്രപത്തി ചെയ്യും. ചിലര് ജ്ഞാനത്തിന് വേണ്ടി പ്രപത്തി ചെയ്യും. ചിലര് ധനം കിട്ടാൻ വേണ്ടി, സമ്പത്ത് കിട്ടാൻ വേണ്ടി പ്രപത്തി ചെയ്യും. ചിലര് ആത്മജ്ഞാനത്തിന് വേണ്ടി, ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി പ്രപത്തി ചെയ്യും. ചിലര് ജ്ഞാനം കൊണ്ട് പ്രപത്തിധർമ്മത്തിനെ സ്വീകരിക്കും. ഈ 4 വിധത്തിലുള്ളവരെയാണ് ഭഗവാൻ പറഞ്ഞത്. ആർത്തോ ജിജ്ഞാസുഹു അർത്ഥാർത്ഥി ജ്ഞാനീച്ച്. ഒരാൾക്ക് അയാളുടെ ശാരീരികമായ വിഷമമോ വേദനയോ രോഗമോ കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടോ ആണ് അയാളെ അധ്യാത്മമാർഗത്തിലേക്ക് വരാനും ഈശ്വര ശരണനാവാനും പ്രേരിപ്പിക്കുന്നത്.
ഉദാഹരണം പറഞ്ഞാൽ പുരാണത്തിൽ ഉദാഹരണം, അതിനൊരു എക്സാമ്പിൾ നമുക്ക് കിട്ടുന്നത്, ഒരു ദൃഷ്ടാന്തം കിട്ടുന്നത് ഗജേന്ദ്രനെ പോലെ. ആ ആന വെള്ളത്തിൽ മുതല പിടിച്ചു. ആന എന്നുള്ളത് തന്നെ ശുകബ്രഹ്മ മഹർഷി ഭാഗവതത്തിൽ പറഞ്ഞത് ബലവാനായ ഒരു മനുഷ്യനെ കാണിക്കാനാണ്. ഒരു ആനയാണല്ലോ മൃഗങ്ങളിൽ ഏറ്റവും ബലമുള്ളത്. അപ്പൊ ഏറ്റവും ബലവാനായ മനുഷ്യന് പോലും ഒരു ഘട്ടം വരുന്നു, തന്റെ ബലവും പ്രയോജനമില്ല, തന്റെ കൂടെയുള്ളവരുടെ സഹായവും പ്രയോജനപ്പെടില്ല എന്നാണ്. അവനവനുള്ള പവർ, കഴിവൊക്കെ പരാജയപ്പെട്ടു. തന്റെ കൂടെയുള്ളവരൊക്കെ സഹായിച്ചിട്ടും തനിക്ക് ആ പിടിയിൽ നിന്ന് വിമുക്തമാവാൻ കഴിയാതെ വരുമ്പോ, അപ്പോ ഇയാള് ഭക്തി ഉണ്ടാക്കിയതല്ല, ഇയാളുടെ അഹങ്കാരത്തിന്റെ മേലെ ഇരിക്കുന്ന പിടി താനേ വിട്ടുപോകുന്നു. പ്രകൃതി അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തി ഇയാളെ ഒരു സ്റ്റേറ്റിൽ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. ഇയാൾ വിചാരിച്ചിട്ട് ഒരു നിവൃത്തിയുമില്ല, ഞാനൊരു ചുക്കുമല്ല എന്നുള്ളത് താനേ ഉള്ളിൽ അറിയാണ്. ഇയാൾ പുസ്തകം വായിച്ചിട്ട് അറിയലല്ല, ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് അറിയലല്ല. അല്ലെങ്കിൽ നമ്മളൊക്കെ സാധാരണ ജീവിതത്തിൽ പറയുമല്ലോ, നമ്മളൊക്കെ വിചാരിച്ചിട്ട് എന്ത് കഴിയും, ഒക്കെ ഭഗവാനാണ് എന്നൊക്കെ പറയും. അങ്ങനെയല്ല, സിറ്റുവേഷൻ അയാളെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. പ്രകൃതി അയാളോട് പറയാണ്, ഈശ്വരശക്തി അയാളോട് പറയാനോടോ താൻ ഒന്നുമല്ല. ആ സ്റ്റേറ്റിലെത്തുമ്പോ ഉണ്ടാവുന്ന ശരണാഗതി, പ്രപത്തി, എ സറണ്ടർ വിച്ച് ഈസ് കമ്പൽഡ്, കമ്പൽസറി സറണ്ടർ. നമുക്ക് ഇത് ചിലപ്പോ വരും. ചിലപ്പോ നമുക്ക് ജീവിതത്തിൽ ഒരു വിഷമം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ, ആരെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവർ ആസ്പത്രി കിടക്കുമ്പോ, പണമില്ലാതാവുമ്പോ ഭഗവാനേ വേറെ ഗതിയില്ല ഒക്കെ പറയും. ആ സമയത്ത് ശരിക്കും ഭക്തി വരും. അത് കള്ളമായ ഭക്തിയല്ല, പക്ഷെ ആ ഭക്തി ഈ പായൽ നീങ്ങുമ്പോ വെള്ളം കാണുന്ന പോലെ കുറച്ചു നേരത്തേക്ക് വരും. അത് ശരിയായ ഭക്തിയാണെന്ന് തന്നെയാണ് ഭഗവാൻ പറയണത്, തെറ്റായ ഭക്തിയേ അല്ല. കാരണം അങ്ങനെ പതുക്കെ വന്നിട്ട് വേണം നമുക്ക് നമ്മളുടെ അഭിമാനത്തിന്റെ മേലെയുള്ള വിശ്വാസം പോവാനും ഈശ്വരന്റെ കൃപയിലുള്ള രൂഢി അധികമാവാനും. പലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായി തളർന്നിട്ടാണ് പലപ്പോഴും ഭഗവാനേ ഉള്ളൂ, ഞാനില്ല എന്നറിയാം. അപ്പോ അതിന് ഈ ആർത്തഭക്തി കുറ്റം പറയാനേ പാടില്ല. രോഗിയായിട്ടാണ് ഭഗവാന്റെ അടുത്ത് പോണതെങ്കിൽ പോട്ടെ, ലൗകികമായി എന്തെങ്കിലും വിഷമുണ്ടായിട്ടാണ് പോണതെങ്കിൽ പോട്ടെ. അതൊരു സ്റ്റേറ്റാണ്, അത് താനേ സഞ്ജാതമാവുന്ന ഒരവസ്ഥയാണ്. അയാൾക്ക് വേറെ ഒന്നും ആലംബമില്ല എന്ന് തത്കാലത്തേക്ക് മനസ്സിലാക്കുന്ന ഒരവസ്ഥയാണ്. ചില മഹായോഗികളൊക്കെ പോലും അങ്ങനെ വന്നവരാണ്. ഇന്നലെ പറഞ്ഞല്ലോ, ആർത്തഭക്തന്മാരായിട്ട് വന്നവരാ. നമ്മുടെ നാരായണീയം മുഴുവൻ ആർത്തഭക്തിയാണ് ഒരു വശത്ത്. ചിലര് അങ്ങനെയല്ലാതെ ഭാഗവതം, ഗീത ഇതൊക്കെ പഠിച്ച് ഉള്ളില് ഭഗവത് കൃപ സഞ്ജാതാവുമ്പോ അധ്യാത്മഗ്രന്ഥങ്ങൾ ഒരു രുചി ഉണ്ടാവണം. ഈ പുസ്തകമൊക്കെ വീട്ടിലുണ്ടെങ്കിലും തൊടാനേ തോന്നില്ല, സമയമാവണം വരെ. വാങ്ങി വെച്ചിട്ടൊന്നും കാര്യമില്ല. യോഗവാസിഷ്ടത്തില് ഒരു ശ്ലോകമുണ്ട്, യാവന്ന അനുഗ്രഹ സാക്ഷാത് ജായത്തെ പരമേശ്വരാത് താവന്ന സദ്ഗുരും കശ്ചിത് സത് ശാസ്ത്രം വാപിനോ ലഭേത്. ഈശ്വരന്റെ കൃപ ഡയറക്റ്റായിട്ട് വരണവരെ ഒരു സദ്ഗുരുവിനെയും കിട്ടില്ല, സദ്ഗ്രന്ഥത്തിനെയും കിട്ടില്ല എന്നാണ്. ആ ഗ്രന്ഥം വീട്ടിലുണ്ടാവും, ഭാഗവതം ഉണ്ടാവും, ഗീത ഉണ്ടാവും, തുറക്കാൻ തോന്നുകയില്ല. ഭഗവത് കൃപ ഉണ്ടാവുമ്പോഴാണ് മോക്ഷശാസ്ത്രത്തിലൊരു അഭിരുചി ഉണ്ടാവണത്, ബ്രഹ്മവിദ്യയിൽ ഒരു ജിജ്ഞാസ ഉണ്ടാവണത്, തത്വജ്ഞാനത്തിലൊരു രുചി ഉണ്ടാവണത്. ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ്, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, എന്തിന് ജനിച്ചു, ജനനം മരണം എന്നുള്ള ചക്രത്തിൽ നിന്ന് പുറത്തു പോകാൻ ചില വഴി വല്ലതും ഉണ്ടോ എന്നൊക്കെ ഉള്ള ജിജ്ഞാസ ഉണ്ടാവലുണ്ടല്ലോ, അത് ഭഗവത് കൃപയുടെ
മാനിഫെസ്റ്റേഷനാണ്. ഇപ്പോ 4 വിധത്തിലുള്ള ഭക്തി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് 4 വിധത്തിലുള്ള കൃപയുടെ ആവിർഭാവം എന്ന് വേണം പറയാൻ. ചിലർക്ക് കൃപ ഉണ്ടാവുന്നത് ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്, ചിലർക്ക് ജിജ്ഞാസയുടെ രൂപത്തിലാണ്. ഉള്ളില് തത്വജിജ്ഞാസയുടെ രൂപത്തില് ഈ എന്താണ് ഈ ആധ്യാത്മികം, ഈ പുസ്തകത്തിന്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ വട്ടം കൂടി നിൽക്കും. ഈ പലഹാരക്കടയിൽ ഈച്ച പോലെ നല്ല പുസ്തകങ്ങളുടെ ചുറ്റുമൊക്കെ ഇങ്ങനെ വട്ടം കൂടി നിൽക്കും. അതൊക്കെ വാങ്ങി വായിക്കാൻ തോന്നും. മെഡിറ്റേഷൻ, യോഗ, അതിലൊക്കെ എന്തോ ഒരു രുചി തോന്നും. ഇങ്ങനെയൊക്കെയാണ് തുടങ്ങുക. എന്തിനാന്നറിയില്ല, കൃപയാണ്. എവിടുന്നൊക്കെയോ നിങ്ങൾ മെനക്കെട്ട് സത്സംഗത്തിനായിട്ട് വന്നിരിക്കണു അല്ലേ? കൊച്ചിയിലുള്ളവര് മാത്രമല്ല, എവിടുന്നൊക്കെയോ മഴയത്ത് തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ പിടിച്ചപ്പോ ഒരാള് വന്നു. എവിടുന്നൊക്കെയോ വരണ്ട, ദൂരത്തു നിന്നൊക്കെ വരണു, കഷ്ടപ്പെട്ട് വരണു. അത് അവരെ ശ്ലാഘനം ചെയ്യാൻ വേണ്ടിയിട്ടോ വാഴ്ത്താനോ അല്ല പറയണത്. ആ എന്ത് ഫോഴ്സാണോ ആ ശരീരത്തിനെ തള്ളിപ്പിടിച്ചു കൊണ്ടുവരണത്, ഇറ്റ് ഈസ് നോട്ട് വാട്ട് യു ടേക്ക് ആസ് മൈൻഡ്. അത് മനസ്സല്ല. ഒരു ജിലേബി വാങ്ങിക്കാൻ പോകുന്ന ആഗ്രഹമുണ്ടല്ലോ, അത് മനസ്സാണ്. സിനിമ കാണാൻ പോണതുണ്ടല്ലോ, മനസ്സാണ്. പക്ഷെ അധ്യാത്മമായിട്ടുള്ള ഒരു മൂവ്മെന്റും മനസ്സിന്റെ മണ്ഡലത്തിൽ നിന്നല്ല. പക്ഷെ നമുക്ക് മനസ്സും അതും കൂടെ വേർപിരിച്ച് അറിയാൻ ഉള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ധരിക്കും, എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ വന്നു എന്നേ നമ്മൾ പറയുള്ളൂ. കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് രണ്ടിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ലൗകികമായ ഒരു ആഗ്രഹത്തിനും ഈ ഫോഴ്സിനും സ്വഭാവത്തിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. ഈ ഫോഴ്സ് നമ്മളുടെ മനസ്സ് എന്ന് പറയുന്ന തലത്തുനിന്ന് തന്നെ അല്ല വരണത് എന്നറിയും. അതിനെയാണ് നമ്മള് ജിജ്ഞാസു എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. ഇനി അർത്ഥാർത്ഥി, ജിജ്ഞാസുവിനെ ഇന്റലക്ച്വൽ ജിജ്ഞാസു എന്ന് പറയാം. അർത്ഥാർത്ഥി എന്ന് പറഞ്ഞാൽ മുമുക്ഷു എന്ന് പറയാം. അർത്ഥാർത്ഥി എന്ന് വെച്ചാൽ പണത്തിന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ തന്നെ പിരിച്ചുവിട്ടു. മുമുക്ഷു പരമപുരുഷാർത്ഥാർത്ഥി, അതായത് എനിക്ക് അബ്സല്യൂട്ട് ഫ്രീഡം, ആ ജീവൻ മുക്തി, തത്വജ്ഞാനം, എന്തു പേര് പറയണോ അത് വേണം, സംസാര നിവൃത്തി വേണം, ദുഃഖ നിവൃത്തി വേണമെന്ന് തീരുമാനിക്കുകയാണ്. അതിനായി അയാൾ എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. തലയ്ക്ക് തീ പിടിച്ചവൻ വെള്ളം അന്വേഷിച്ചു പോകുന്ന പോലെ സത്യാന്വേഷണം ചെയ്യും. അതാണ് ഉദാഹരണം. ശാസ്ത്രകാരന്മാർ കൊടുക്കണ ഉദാഹരണമാണ് തലയ്ക്ക് തീ പിടിച്ച ആള് വെള്ളം എങ്ങനെ അന്വേഷിക്കുമോ അതുപോലെ എന്നാണ്. ഞങ്ങൾ ഇത്ര കാലമായിട്ട് ഇതിലൊക്കെ പ്രവർത്തിക്കണമല്ലോ, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. അപ്പോ നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ചോളാ, തലയ്ക്ക് തീ പിടിച്ച പോലെ അന്വേഷിച്ചിട്ടുണ്ടോ? തലയ്ക്ക് തീ പിടിച്ചാൽ എങ്ങനെ വെള്ളം അന്വേഷിക്കും അതുപോലെ അല്ലേ? തലയ്ക്ക് തീ പിടിച്ചാൽ ഈ സത്സംഗം കഴിഞ്ഞിട്ട് രാത്രി പോയി വെള്ളം അന്വേഷിച്ചോളാം നിൽക്കോ? നീന്താൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും കുളത്തിച്ചാടും അല്ലേ? എങ്ങനെയെങ്കിലുമൊക്കെ പോയി ഇവിടെ കുളത്തിച്ചാടും. എന്താ? പ്രദീപ്തശിരഃ ജലരാശിമിവ സമിക്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠമുപഗച്ഛേത്. പ്രദീപ്തശിരഃ ജലരാശിമിവ, തലയ്ക്ക് തീ പിടിച്ചവനാണ് പ്രദീപ്തശിരഃ. അങ്ങനെയുള്ളവൻ ജലരാശിമിവ, ജലം അന്വേഷിക്കുന്ന പോലെ ഈ പരമാർത്ഥത്തിനെ, സത്യത്തിനെ അന്വേഷിക്കണം. അന്വേഷിക്കാൻ കാരണം എന്താ? തലയ്ക്ക് തീ പിടിച്ചതിനേക്കാളും സീരിയസ് ആണ്. ബുദ്ധൻ പറയണുണ്ട്, കപിലവസ്തുവിൽ നിന്നും പുറപ്പെട്ട് ഊരുബില്വത്തിലേക്ക് പോകുമ്പോ വഴിയിൽ വെച്ച് ബിംബിസാറിനെ കാണുമ്പോ രാജാവ് ചോദിക്കുന്നുണ്ട്, എന്തിനാ രാജകുമാരൻ നല്ല സ്വസ്ഥമായ രാജ്യം ഇതൊക്കെ വിട്ട് എന്തിനാ ഈ ഭ്രാന്ത് പിടിച്ച പോലെ അന്വേഷിച്ച് നടക്കുന്നത്? സുഖമായിട്ടിരുന്നൂടെ? എന്തിനാ ഇങ്ങനെയൊക്കെ അലഞ്ഞു നടക്കണത് എന്ന് ചോദിച്ചു ബിംബിസാറ്. അപ്പൊ പറഞ്ഞു, എനിക്കും സുഖമായിട്ടിരിക്കണമെന്ന് തന്നെ ആശ, പക്ഷെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു നല്ല വസ്ത്രം ഉടുക്കണം. ഇപ്പൊ നമ്മൾക്ക് ധരിക്കണത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ സർവീസ് ഒരു നല്ല കാര്യമാണെന്നാണ് അല്ലെ? അതുകൊണ്ട് വി ആർ ഗിവിംഗ് റിലീഫ് ടു അതേഴ്സ് എന്ന് നമുക്കൊരു ധാരണയുണ്ട്. നമ്മൾ കുറച്ച് ചെയ്താൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവും. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്ത്, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്ത്,
ബുദ്ധിമുട്ടുന്നവർക്ക് സഹായമൊക്കെ കൊടുത്ത് ഇന്റിമേറ്റ് ആയിട്ട് നിങ്ങൾ അടുത്ത് നിന്നാൽ കുറച്ചു കഴിഞ്ഞ് വളരെ ഇന്റിമേറ്റ് ആയിട്ട് നിങ്ങൾ പഴകിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വി ആർ നോട്ട് റിയലി ഗിവിംഗ് വാട്ട് ദേ വാണ്ട്. അത് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമുക്ക് മനസ്സിലാവില്ല. എന്താന്ന് വെച്ചാൽ നമുക്ക് സർഫസിൽ ഇതൊക്കെയാണ് നമ്മളുടെ നെസസിറ്റി. ആനന്ദമയിമാവിന്റെ ഒരു ശിഷ്യൻ, ഒരു വെള്ളക്കാരനാണ്, മദർ തെരേസാവിനെ കാണാൻ പോകുന്നുണ്ട്. അവര് വലിയ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് പോകുമ്പോ ആ അമ്മ പറഞ്ഞു അത്രേ, ഞാൻ എല്ലാവർക്കും രോഗനിവാരണവും വസ്ത്രവും ഭക്ഷണവും ഒക്കെ കൊടുത്തു. But alas, I see that they are in need of spiritual food, which I am not able to give. They are not in need of these surface things. But എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ അവർക്ക് ചെയ്യാണ്. ചെയ്തു കഴിയുമ്പോഴാണ്, ഞാൻ അവരെ അടുത്തറിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അവർക്ക് വാസ്തവത്തിലുള്ള ആഗ്രഹം എന്നെ കൊണ്ട് സപ്ലൈ ചെയ്യാൻ പറ്റണില്ല എന്നാണ്. അപ്പൊ മനുഷ്യന്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ദാഹം, അപ്പൊ തലയ്ക്ക് തീ പിടിക്കുന്നതിനേക്കാളും വലിയൊരു നെസസിറ്റി. ബുദ്ധൻ പറയണത് യദി ജന്മജരാമരണം ന ഭവേത്, യദി ച ഇഷ്ടവിയോഗ ഭയം ന ഭവേത്, യദി സർവം അനിത്യമിതം ന ഭവേത്, ഇഹ ജന്മനി കസ്യ രതിർന ഭവേത്. ഇവിടെ നേടിയെടുക്കുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോവില്ലായിരുന്നുവെങ്കിൽ, എന്റെ യൗവനം നഷ്ടപ്പെട്ടു പോവില്ലായിരുന്നുവെങ്കിൽ, എന്റെ ശരീരത്തിന് ഒരു സൂക്കേടും വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഭാര്യ, എന്റെ കുട്ടി, എന്റെ ബന്ധുക്കൾ മരിച്ചു പോവില്ലെങ്കിൽ, എന്റെ മുമ്പിൽ മരണമില്ലായിരുന്നുവെങ്കിൽ, എനിക്ക് വാർദ്ധക്യമില്ലായിരുന്നുവെങ്കിൽ ഞാൻ സുഖമായിട്ട് സ്വർണ്ണക്കട്ടിൽ കിടന്നുറങ്ങാം. ഇതൊക്കെ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുമോ എന്ന്? അത് മുമ്പിൽ കണ്ടവൻ ആണ് അർത്ഥാർത്ഥി. അവൻ മുമ്പിൽ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് പരമപുരുഷാർത്ഥം ഈ പ്ലെയിനിലില്ലെന്നും പരമപുരുഷാർത്ഥം ഒന്നും ഉണ്ടെന്നും അതിനെ ജ്ഞാനം കൊണ്ടേ അറിയാനൊക്കുകയുള്ളൂ എന്നും അറിഞ്ഞിട്ടാണ് കൈകൂപ്പിക്കൊണ്ട് തത്വജ്ഞാനിയായ ഗുരുവിന് ശരണാഗതി ചെയ്യുന്നത്. ആ പരമപുരുഷാർത്ഥം കർമ്മസാധ്യമല്ല, അനുഷ്ഠാന സാധ്യമല്ല, വിചാരം കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ എന്ന് അറിയുന്ന ഒരു സ്റ്റേറ്റ് വരുമ്പോഴാണ് അയാൾ യഥാർത്ഥ മുമുക്ഷു ആവണത്. അപ്പോഴാണ് ഇയാൾ തത്വജ്ഞാനത്തിന് അധികാരിയുമാവണത്. അയാള് അർത്ഥാർത്ഥിയാണ്. അവസാനം ഭഗവാൻ പറഞ്ഞു, ഗുരുമുഖത്ത് നിന്നും തത്വശ്രവണം ചെയ്ത് വിചാരം ചെയ്ത് ഞാൻ ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ഒന്നുമല്ല, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ആത്മാവാണെന്ന് തന്റെ സ്വരൂപത്തിനെ അറിഞ്ഞ് ആ സ്വരൂപത്തിൽ നിന്ന് അന്യമായി ജഗത്തോ ജീവനോ ഈശ്വരനോ ഒന്നും തന്നെ തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ നിന്ന് അന്യമായില്ലെന്ന് അറിഞ്ഞ് അന്യമായിട്ടുള്ളത് മുഴുവനും കടന്നവൻ ജ്ഞാനിയാണ്. അവൻ ഈശ്വരനോട് ഐക്യം പ്രാപിച്ചവനാണ്. ബ്രഹ്മാത്മൈക്യബോധം. അവനെ ഭഗവാൻ പറഞ്ഞു, ജ്ഞാനീതു ആത്മൈവമേ മതം. ബാക്കിയുള്ളവരൊക്കെ ശ്രേഷ്ഠരാണ്. ഈ സ്പിരിച്വൽ ഫ്ലെയിം സ്പാർക്ക് അത് കുറച്ചു വരുന്നത് വലിയ കാര്യമാണ്. ബട്ട് ദ അൾട്ടിമേറ്റ് കോൺഫ്ലഗ്രേഷൻ വെർ നത്തിങ് എക്സിസ്റ്റ് അപ്പാർട്ട് ഫ്രം ദ സെൽഫ്. ചെറിയൊരു തീപ്പൊരി പോലെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ അമ്പലത്തിൽ പോകുമ്പോ ഇങ്ങനെ ഒന്ന് തൊഴാൻ തോന്നണത് തന്നെ, ഒന്ന് നമസ്കരിക്കാൻ തോന്നണത് തന്നെ ഒരു വലിയ കൃപയാണ്. ഒരു സദ്ഗ്രന്ഥം വായിക്കാൻ തോന്നണത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. ഭാഗവത്തിൽ ഒരിടത്ത് ഏകാദശത്തിൽ തന്നെ ഉണ്ട്, വായിക്കാൻ തോന്നിയിട്ടില്ലെങ്കിലും വായിക്കുന്നവരെ കണ്ട് ഒരു ആദരവ് തോന്നണത് തന്നെ ഒരു കൃപയാണെന്നാണ്. ഒരു ബഹുമാനം തോന്നണത് തന്നെ ഒരു കൃപയാണ്. പക്ഷേ ഇതിന്റെയൊക്കെ ലക്ഷ്യമാണ് താൻ തന്നെ സത്യം അറിഞ്ഞ്, താൻ തന്നെ തത്വം അറിഞ്ഞ്, താൻ തന്നെ അത് തന്നെ ആയിത്തീരുന്നത്. അപ്പോ അങ്ങനെയുള്ള ആളെ ഭഗവാൻ പറഞ്ഞു, അയാളും ഞാനും വേറെയല്ല, ഞാൻ ജ്ഞാനിയാണ്, ജ്ഞാനി ഞാനാണ്.
ഭഗവാനെ രൂപത്തിൽ കാണണമെങ്കിൽ ജ്ഞാനികളിലെ കാണാനൊക്കുള്ളൂ. അവരുടെ ശരീരം തന്നെ ആലയമാണെന്നാണ് തമിഴില് തിരുമൂലർ പാടി. ഉള്ളം പെരും കോയിൽ ഊനുടമ്പ് ആലയം വള്ളർപ്പിരാണാർക്ക് വായ് ഗോപുരവാസൽ തെള്ളത്തെളിന്താർക്ക് ജീവൻ ശിവലിംഗം കള്ളപ്പുലൻ ஐந்து காலாமணி விளக்கே. ഉള്ളം പെരും കോയിൽ ഊനുടമ്പ് ആലയം. ഈ ശരീരം തന്നെ ആലയം, കോവിൽ. ജ്ഞാനിക്ക് തെള്ളത്തെളിന്താർക്ക് എന്നാണ്. നല്ലവണ്ണം തെളിഞ്ഞവന്. അവന് എന്താ കിട്ടിയ? നല്ലവണ്ണം തെളിവ്, ക്ലാരിറ്റി, അബ്സല്യൂട്ട് ക്ലാരിറ്റി. തെള്ളത്തെളിന്താർക്ക് ജീവൻ ശിവലിംഗം. അവിടെ ജീവനില്ല, അവിടെ ശിവലിംഗമാണെന്നാണ്. വായ് ഗോപുരവാസൽ. അവരുടെ വായ് തന്നെ ഭഗവാനെ കാണാനുള്ള വഴി. ബൃഹദ്വദേമ വിദധേ സുവീരാ ത്വയാജുഷ്ട ഋഷിർഭവതി ദേവി. മേധാസൂക്തം വേദം പറയുന്നു, ഈ ജ്ഞാനം തെളിഞ്ഞു കഴിയുമ്പോ ബൃഹദ്വദേമ, ബ്രഹ്മവിദ്യയെ തെളിഞ്ഞ് അറിയാനും പറയാനും ഒക്കെ ആ വായ് കാരണമായതുകൊണ്ട് അത് ഗേറ്റ്. അപ്പൊ ജ്ഞാനിയെ ഭഗവാൻ തന്റെ തന്നെ സ്വരൂപമായിട്ട് പറഞ്ഞു. വീണ്ടും സ്തുതിക്കുകയാണ്. ആട്ടെ, ഇപ്പൊ ജ്ഞാനമൊക്കെ ഇപ്പൊ നമുക്ക് സാധിക്കുമോ? എപ്പോഴാ കിട്ടുക? അടുത്ത ശ്ലോകം നോക്കൂ. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭഃ. ഭഗവാൻ ജ്ഞാനിയെ ലക്ഷണം അറിയാം. ജ്ഞാനിയുടെ അനുഭവം എങ്ങനെയാ? വാസുദേവ സർവമിതി. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ വാസുദേവ സർവമിതി. ജ്ഞാനം കൊണ്ടുണ്ടാവുന്ന പ്രപത്തി ഉണ്ടല്ലോ, അതാണ് പ്രപത്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവം. അർത്ഥം കൊണ്ടല്ല, അർത്ഥാർത്ഥിയായിട്ടല്ല, പുരുഷാർത്ഥാർത്ഥിയായിട്ടല്ല, ജിജ്ഞാസുവായിട്ടല്ല, ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ടുണ്ടാവുന്ന ശരണാഗതി. ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ് എന്ന് വിചാരം ചെയ്ത് ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപത്തിനെ, ഉണ്മയായ സ്വരൂപത്തിനെ വാസുദേവ സ്വരൂപം എന്നറിയുന്നതാണ് ജ്ഞാനവാൻ പ്രപദ്യത്തെ. നതു ജിജ്ഞാസുഹു നതു അർത്ഥാർത്ഥി നതു ആർത്തഃ. ജ്ഞാനേന പ്രപത്തി. ജ്ഞാനം കൊണ്ടുണ്ടാവുന്ന പ്രപത്തി. ത്രൂ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് യു സറണ്ടർ. ആൻഡ് ദാറ്റ് സറണ്ടർ ഈസ് കംപ്ലീറ്റ്. അത്തരത്തിലുള്ള ശരണാഗതിയെ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ ബഹൂനാം ജന്മനാമന്തേ. ബഹൂനാം ജന്മനാമന്തേ എന്നുള്ളത് നമ്മൾ ഇപ്പോ മുതൽക്ക് ഇനി ജന്മങ്ങൾ കണക്ക് കൂട്ടണമെന്ന് പറഞ്ഞിട്ടല്ല. ഇപ്പൊ നമ്മൾ വന്നിട്ടുണ്ടല്ലോ ജ്ഞാനശ്രവണം, ഇത് തന്നെ എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് ഇത് കിട്ടുന്നത്. ശ്രവണായാപി ബഹുഭിർയോ ന ലഭ്യഃ ശൃണ്വന്തോപി ബഹവോയം ന വിദ്യുഃ. ശ്രവണത്തിന് പോലും കിട്ടില്ല എന്നാണ്. എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് ബ്രഹ്മവിദ്യ ചെവിയിൽ വീണത്. നമ്മൾ വിചാരിക്കും നോട്ടീസ് കിട്ടി അതുകൊണ്ട് വന്നതാണെന്ന് വിചാരിക്കും. നോട്ടീസൊന്നും കിട്ടില്ല, കിട്ടിയാൽ നിങ്ങളോട്ട് കാണൂല. ശരി, ഞങ്ങൾക്ക് കേട്ടിട്ടിപ്പൊന്നും മനസ്സിലാവണില്ലല്ലോ, അതും ഒരു സ്റ്റേജാണ്. ഫസ്റ്റ് കേട്ടിട്ട് മനസ്സിലാവില്ല. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 4 വിധത്തിലാണ് കേൾക്കുക. ആദ്യം തമോ ഗുണശ്രോതാവാണ്. അയാള് കേൾക്കാനിരിക്കും, ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുമ്പോ ഉറങ്ങിപ്പോവും. എന്താന്ന് വെച്ചാൽ, കാരണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിന് 2 കാര്യമേ അറിയുള്ളൂ. ഒന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ഉറങ്ങുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനസ്സുണ്ടെങ്കിൽ ഈ മനസ്സ് 2 കാര്യമേ ചെയ്യുള്ളൂ. ഒന്നിൽ ചിന്തിക്കും, അല്ലെങ്കിൽ ഉറങ്ങും. ചിന്തയിൽ നിന്ന് പിൻവലിപ്പിക്കൂ, ഉറങ്ങും. ചിന്തിക്കുന്നത് നിർത്താൻ ശ്രമിക്കൂ, ഉറങ്ങിപ്പോകും. മനസ്സിന്റെ നാച്ചുറൽ ടെൻഡൻസിയാണത്. അതുകൊണ്ടാണ് പലരും നാമജപത്തിനെ സ്ലീപ്പിംഗ് ടാബ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്.
രാത്രി ഇത്തിരി നാമം ജപിച്ചാ ഉറങ്ങിപ്പോകുന്നതാണ്. എന്താ ചിന്തിക്കണില്ല ആ മനസ്സ്. ചിന്തിച്ചിട്ടില്ലെങ്കിൽ മനസ്സിന് അടുത്ത പരിപാടി ഉറങ്ങാണ്, നിദ്ര. അതേപോലെ സത്സംഗത്തിൽ എന്തൊക്കെയോ ആത്മാ, ബ്രഹ്മം, സത്ത്, ചിത്ത്, ആനന്ദം എന്നൊക്കെ പറയണു. അങ്ങനെ കുറെ ഇരിക്കും. അതെ, ഉറങ്ങണ സ്റ്റേജ് എനിക്കിവിടെ ഇരുന്ന് നല്ലവണ്ണം മനസ്സിലാവും. അവരിങ്ങനെയൊക്കെ നോക്കും. എനിക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ കണ്ണിന്റെ ആ പ്രകാശമൊക്കെ മങ്ങും. പതുക്കെ പതുക്കെ ഈ വോൾട്ടേജ് പോയ ബൾബ് പോലെ ഇങ്ങനെ പോകും. അത് ഫസ്റ്റ് സ്റ്റേജാണ്. അതേ ആളുകള് കുറേ ദിവസം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ 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 പ്രകാശിക്കും, പതുക്കെ തെളിയും. സെക്കൻഡ് സ്റ്റേജ് എന്താന്ന് വെച്ചാൽ വിപരീതമായിട്ടൊക്കെ മനസ്സിലാക്കും. ഒക്കെ മനസ്സിലാക്കും. നമ്മൾ ഒരിക്കലും പറയാത്ത കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കും. മൂന്നാമത്തത് അവർ മനസ്സിലാക്കും, എഴുതി വയ്ക്കും, അറിയും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, ഒക്കെ ചെയ്യും. നാലാമത്തതുണ്ട്, കേൾക്കുമ്പോ തന്നെ പതിരൊക്കെ കളഞ്ഞ് അതിന്റെ അനുഭവം, പ്രത്യഭിജ്ഞ, അവർക്ക് തെളിവ് ഉണ്ടാവും ഉള്ളില്. ഇങ്ങനെ 4 തരത്തിലുള്ള ശ്രോതാക്കളാണ്. അപ്പോ നമ്മൾ ശ്രവണത്തിലേക്ക് വരുമ്പോ ഈ 4 ഏത് സ്റ്റേജിലാണെങ്കിലും നമ്മളുടെ ബഹൂനാം ജന്മനാം കഴിഞ്ഞു. അതുകൊണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. നിങ്ങളിവിടെ വന്നത് കൊണ്ട് സ്തുതിക്കാൻ വേണ്ടി പറയല്ല, ഇത് സത്യമാണ്, സത്യമാണ്, സത്യമാണ്. പരമേശ്വരൻ മുരുകൻ സുബ്രഹ്മണ്യന് ഉപദേശിക്കുന്നതായിട്ട് ആഗമശാസ്ത്രത്തിലൊരു ഗ്രന്ഥമുണ്ട്, ആത്മസാക്ഷാത്കാര പ്രകരണം. അവിടെ ശിവൻ പറയുന്നു, സത്യം 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 എന്ന് ശാത്വിനേൻ. എന്നുവെച്ചാൽ ഇത് സത്യമാണ്, സത്യമാണ്, സത്യമാണെന്ന്. ഇത് നിങ്ങൾക്ക് തോന്നിയാലും തോന്നിയിട്ടില്ലെങ്കിലും, നിങ്ങൾ സ്വീകരിച്ചാലും സ്വീകരിച്ചിട്ടില്ലെങ്കിലും, നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും, ഈ ബ്രഹ്മവിദ്യ സത്യമാണ്. ഗീത കാരനായ ഭഗവാൻ തന്നെ അതിന് പ്രമാണാണ്. അതുകൊണ്ട് ബഹൂനാം ജന്മനാമന്തേ എന്നുള്ളതിന് നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അനേക ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരാൾ ജ്ഞാനിയാവണു എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ കാര്യമൊക്കെ കഷ്ടാണ്, കേസെടുക്കാനില്ല എന്ന് പറയണ്ട. രാമായണത്തില് വിഭീഷണൻ ശരണാഗതി ചെയ്യാനായിട്ട് വന്നു ശ്രീരാമന്റെ മുമ്പില്. അപ്പോ വാനരപ്പട ഒരു മീറ്റിംഗ് കൂടിയിട്ട് വിഭീഷണനെ സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് വലിയ ചർച്ച. രാമൻ ചോദിച്ചു, വിഭീഷണനെ എടുക്കണോ വേണ്ടയോ? ഓരോ വാനരൻ ഓരോ അഭിപ്രായം പറഞ്ഞു. ഒരാൾ പറഞ്ഞു, പിടിച്ചു നിർത്തിയിട്ട് നല്ലവണ്ണം ചോദ്യം ചെയ്യാം, നമ്മളുടെ പോലീസൊക്കെ ചെയ്യുന്ന പോലെ. വേറെ ഒരാൾ പറഞ്ഞു, ചോദിച്ചാൽ പഠിച്ച കള്ളനാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കള്ളം പറയും, അതുകൊണ്ട് അയാളെ ചേർത്തിട്ട് പുറകെ ഒരു ചാരനെ നിയോഗിക്കാം. ഇങ്ങനെ അവരവർക്ക് തോന്നുന്ന അഭിപ്രായമൊക്കെ പറയും. അവസാനം സുഗ്രീവന്റെ അടുത്ത് ചോദിച്ചു ഭഗവാൻ. സുഗ്രീവൻ പറഞ്ഞ ചേർക്കാനേ പാടില്ല, വിഭീഷണനെ സ്വീകരിക്കാനേ പാടില്ല എന്നൊന്ന്. എന്താ സുഗ്രീവ അങ്ങനെ പറയണ? പിന്നെ യുദ്ധത്തിന്റെ 4 ദിവസം മുമ്പ് സ്വന്തം ജ്യേഷ്ഠനെ തന്നെ ഒറ്റിക്കൊടുത്തുകൊണ്ട് ശത്രുവിന്റെ കൂടെ വന്ന് ചേരുന്ന ആളെ നമ്മളെങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് സുഗ്രീവൻ. അപ്പൊ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒന്നും ഉത്തരം പറയാതെ ലക്ഷ്മണനെ നോക്കി ഒന്ന് ചിരിച്ചു അത്രേ. ആ ചിരിച്ചപ്പോ തന്നെ സുഗ്രീവന് മനസ്സിലായി, വാനരന്മാർക്കൊക്കെ മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. ഈശത് ഉത്സ്മയമാനഹ ലക്ഷ്മണം പ്രതി ലക്ഷണം. എന്താന്ന് വെച്ചാൽ സുഗ്രീവൻ ചെയ്തതും ഇത് തന്നെയാണ്. അയാൾ ചെയ്തതൊക്കെ അയാൾ മറന്നു കളഞ്ഞു. അയാള് സ്വന്തം ജ്യേഷ്ഠനെ കൊല്ലിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ കുറ്റമൊക്കെ തന്നെ വിഭീഷണന്റെ മേലെ ആരോപിച്ചിട്ട് താനും ഏതോ വളരെ നല്ല ആളായിട്ട് നിൽക്കുകയാണ്. ഈ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് അവസാനം ഹനുമാൻ പറയണത്, കണ്ണുമൂടി സ്വീകരിക്കാം, വിഭീഷണനെ സ്വീകരിക്കണം, അഭയം കൊടുക്കണം പറഞ്ഞു. അപ്പോ
ഭഗവാൻ പറയാണ് ദത്തമസ്യ അഭയം മയ. വിഭീഷണനെ കണ്ടിട്ട് പോലുമില്ല. കാണുന്നതിന് മുമ്പ് പറയാണ് അവൻ അഭയം കൊടുത്തിരിക്കണു ഞാൻ. വരാൻ പറയുന്നു. ഇനിയിപ്പോ വിഭീഷണനല്ല, രാവണൻ തന്നെയാണ് വന്നിരിക്കണതെങ്കിലും കൂട്ടിക്കൊണ്ടുവരുമെന്നാണ്. വിഭീഷണോ വാ സുഗ്രീവ യതി വാ രാവണ സ്വയം. ഹേ സുഗ്രീവനെ തന്നെ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറയാണ്. നീ തന്നെ പോയി വിളിച്ചോണ്ട് വാ. രാവണൻ തന്നെയാണെങ്കിലും വിളിച്ചോണ്ട് വാ. ദത്തമസ്യ അഭയം മയ, ഞാൻ അഭയം കൊടുത്തിരിക്കുന്നു. സകൃദേവ പ്രപന്നായ തവാസ്മീതി ച യാചതേ അഭയം സർവഭൂതേഭ്യോ ദദാമി ഏതത് വ്രതം മമ. ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ അങ്ങയുടെയാണെന്ന് ഭഗവാന്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്നാണ്. പൂർണ്ണമായിട്ട് അങ്ങടെ ശരണാഗതി ചെയ്താൽ അവന് ഞാൻ അഭയം കൊടുത്തിരിക്കണം. പ്രപന്നം, പ്രപത്തി. ഈ ഇത്രയൊക്കെ പറഞ്ഞ് വിഭീഷണന്റെ പ്രപത്തി, അൺകണ്ടീഷണൽ സറണ്ടർ. എന്താന്ന് വെച്ചാൽ ഇനി തിരിച്ചുപോയ രാവണൻ സ്വീകരിക്കില്ല, കൊന്നുകളയും. അപ്പൊ രാമൻ സ്വീകരിക്കുമെന്ന് അറിയൂല, പക്ഷെ സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തിന്റെ മാത്രം പ്രമാണത്തിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇനി തിരിച്ചയച്ചാൽ കാര്യം പോക്കാണ്. അതാണ് ശരണാഗതി എന്ന് പറയുന്നത്, പ്രപത്തി എന്ന് പറയുന്നത്. സ്വീകരിച്ചിട്ടില്ലെങ്കിൽ താൻ പോയി, തന്റെ ജീവിതം പോയി. സ്വീകരിക്കും എന്നുള്ള ഒരേ ഒരു വിശ്വാസത്തിലാണ് വന്നിരിക്കുന്നത്. സ്വീകരിച്ചു. വിഭീഷണൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ ഈ കഥ രാമാനുജാചാര്യർ പറയുമ്പോ, രാമാനുജൻ പറയുന്ന കൂട്ടത്തില് രാമാനുജന്റെ കഥ കേട്ടുകൊണ്ടിരുന്ന ഒരു ഭക്തൻ എഴുന്നേറ്റ് പോയി അത്രേ. രാമാനുജൻ ചോദിച്ചു, എവിടേക്കാ പോണ്? അല്ല, ഈ കഥ നമുക്ക് വേണ്ട. എന്താ? വിഭീഷണൻ എല്ലാം വിട്ട്, തന്റെ ബന്ധുക്കളെയൊക്കെ വിട്ട് രാഘവം ശരണം ഗതഃ എന്ന് പറഞ്ഞു വന്നിരിക്കുമ്പോ, വിഭീഷണന്റെ കാര്യത്തിൽ ഭഗവാൻ ഇത്ര വലിയ മീറ്റിങ്ങും ഡിസ്കഷനും ഒക്കെ ആണെങ്കിൽ നമ്മളുടെ കേസ് എടുക്കാനേ ഇല്ല. അതുകൊണ്ട് വേണ്ട, ഞാൻ പോവാണെന്ന് പറഞ്ഞു അത്രേ. അപ്പൊ രാമാനുജൻ പറഞ്ഞു, ഇരിക്കൂ. എന്താ ഇരിക്കൂ? വിഭീഷണന്റെ കാര്യത്തിലല്ലേ ചർച്ച? വിഭീഷണന്റെ കൂടെ 3-4 രാക്ഷസന്മാരുണ്ടായിരുന്നു. അവരെയൊന്നും ചോദിച്ചതേയില്ലല്ലോ. അദ്ദേഹത്തിനെ കടത്തിവിട്ട പിന്നെ കഴിഞ്ഞു, അവരും കൂടെ പോന്നു അല്ലേ? അതുപോലെ നേരിട്ട് ഭഗവാന്റെ അടുത്ത് പോകുമ്പോ ഒരു ഡിസ്കഷൻ ഉണ്ട് അത്രേ. ആ ഭാഗവതന്റെ കൂടെ അങ്ങോട്ട് പോവുകയാണ്, ഒന്നും ഡിസ്കഷനൊന്നുമില്ല, പുറപ്പെട്ടുള്ളൂ എന്നാണ്. രാമാനുജ സമ്പ്രദായത്തില് അവര് ഭാഗവത സമ്പ്രദായത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് വളരെ ആണല്ലോ. അപ്പോ അങ്ങനെയാണ്. നീ ചർച്ചയെക്കുറിച്ചൊന്നും വിഷമിക്കണ്ടെന്നാണ്. അതുപോലെ നമ്മൾ ഏത് സ്റ്റേറ്റിൽ ഇരിക്കണവരാണെങ്കിലും ശരി, നമ്മൾ അറിഞ്ഞോ അറിഞ്ഞില്ലയോ, മനസ്സിലായോ മനസ്സിലായിട്ടില്ലയോ, എപ്പോഴാണോ നമ്മള് ഭഗവാൻ ഉണ്ട്, ഭഗവാനെ അറിയണം, അല്ലെങ്കിൽ ഭക്തി വേണം, സത്സംഗം വേണം എന്നുള്ള ഒരു ശുഭേച്ഛ. 7 ഭൂമികളാണ് വേദാന്തത്തിൽ. ശുഭേച്ഛ, വിചാരണ, സത്വാപത്തി, തനുമാനസി, അസംസക്തി, പദാർത്ഥ അഭാവനി, തുര്യക എന്ന് സപ്തഭൂമികകളില് ശുഭേച്ഛ എന്നുള്ളത് ഈ ആദ്യത്തെ സ്റ്റേജ്. അറിയണം എന്നത് വെറുതെ വന്നിരിക്കുന്നുണ്ടല്ലോ, അവിടെ തന്നെ ജീവൻ മുക്തനാവാൻ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് വസിഷ്ഠം പറയണത്. എന്നുവെച്ചാൽ ആ ഡിസയർ അത് തന്നെ സൂര്യോദയത്തിന് മുമ്പിലുള്ള അരുണോദയം പോലെയാണ്. അത് കഴിഞ്ഞാൽ അധികം വൈകാതെ സൂര്യൻ ഉദിച്ചോളും എന്നാണ്. അപ്പൊ ഭയപ്പെടാനേ ഇല്ല എന്നർത്ഥം. ഈ പറയുന്ന കാര്യം എത്ര പ്രൊഫൗണ്ടാണെങ്കിലും, എത്ര ആഴമേറിയതാണെങ്കിലും, ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളത് പോലും നിങ്ങളുടെ കയ്യിലുള്ള കാര്യമല്ല. അധികം വൈകാതെ ഉണ്ടാവും, സംഭവിച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾക്കൊക്കെ ഇതൊക്കെ പിടികിട്ടുമോ എന്ന് ധരിക്കണ്ട. പിടികിട്ടും, പിടികിട്ടിയിരിക്കും. കാരണം ഇത്രയൊക്കെ ഉറപ്പായിട്ട് ഞാൻ പറയാൻ കാരണം, അത് നിങ്ങളുടെ ഉള്ളിൽ ഉള്ള വസ്തുവാണ്, പുറത്തുനിന്ന് വരേണ്ട വസ്തുവല്ല. ലോട്ടറി ടിക്കറ്റ് അടിക്കണ പോലെ അടിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ഇറ്റ് ഈസ് ദേർ, ഉള്ളതാണ്. ആവരണം അങ്ങോട്ട് നീങ്ങേണ്ട താമസേ ഉള്ളൂ, മറയങ്ങോട്ട് മാറേണ്ട താമസേ ഉള്ളൂ. സത്യം അവിടെ ഉണ്ട്, ഉള്ളിലുണ്ട്, സിദ്ധമാണ്, എപ്പോഴുണ്ട്. ആ ബുദ്ധിയിൽ ഒരു തെരശീല, ഒരു ആവരണങ്ങളുണ്ട്. ആ ആവരണം നീങ്ങാനാണ് ഈ ശ്രവണം.
ശ്രവണം കൊണ്ട് പതുക്കെ പതുക്കെ ആവരണം നിശേഷം നീങ്ങിയില്ലെങ്കിലും സ്ക്രീനിൽ കുറെ ഓട്ടയുണ്ടായാൽ തന്നെ അവിടെയുള്ള വെളിച്ചം ഇങ്ങോട്ട് കാണും. അതുപോലെ ഈ ആവരണം അല്പല്പം ചിന്തിപ്പോയാൽ തന്നെ സത്യം പതുക്കെ 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 തെളിയും. അപ്പോ ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ. ഭഗവാൻ പറഞ്ഞു, അനേക ജന്മങ്ങൾക്ക് ശേഷം ജ്ഞാനം നേടി ഒരാള് പരിപൂർണമായി എനിക്ക് ശരണാഗതി ചെയ്യുന്നു. അർത്ഥാർത്ഥിയോ ജിജ്ഞാസുവോ ആർത്തനോ പരിപൂർണ ശരണാഗതി ചെയ്യാൻ പറ്റില്ല. അവന് അർത്ഥം കിട്ടിയാൽ പോകും, അല്ലെങ്കിൽ ജിജ്ഞാസ ശമിച്ചാൽ ചിലപ്പോ പോകും, അല്ലെങ്കിൽ ആർത്തന് അവന്റെ ആർത്തി നീങ്ങിയാൽ ചിലപ്പോ പോയി പോകും. പക്ഷെ ജ്ഞാനിയുടെ പ്രപത്തി, ജ്ഞാനം കൊണ്ടുണ്ടാവുന്ന പ്രപത്തി തത്വജ്ഞാനമാണ്. അത് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പോവുകയേയില്ല. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ആസ്ഥിത സഹിയുക്താത്മാ. അവൻ ആസ്ഥിതനാണ് എന്ന് വെച്ചാൽ പ്രബലമായി സ്വരൂപസ്ഥിതനാണ്. അവൻ യുക്താത്മാവാണ്, അതായത് യോഗിയാണവൻ, ആത്മനിഷ്ഠനാണ്, നിത്യയുക്തനാണ്. മാമേവ അനുത്തമാം ഗതിം. അവൻ ഒരിക്കലും ശ്രുതിയില്ലാത്തതായ എന്റെ സ്വരൂപത്തിൽ സ്ഥിതനായിട്ട് തീരുന്നു. അതിൽ നിന്ന് അവൻ വ്യതിചലിക്കുന്നില്ല, അവൻ അച്യുതനായിട്ട് തീരുന്നു. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ. ജ്ഞാനവാന്റെ ശരണാഗതി ഏത് രൂപത്തിലുള്ളതാ? വാസുദേവ സർവം. അയാളുടെ ജ്ഞാനം ഏകദേശീയ രൂപമല്ല, വാസുദേവ സർവമിതി സ മഹാത്മാ. അയാളെയാണ് മഹാത്മാ എന്ന് പറയണത്. മഹാത്മാ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. തപോവന സ്വാമികൾ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലുന്ന ഒരു ശ്ലോകമുണ്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ. മഹാത്മാ ജന്മനൈവ സ്യാദ് കർമ്മണാനൈവ കർഹിച്ചിത്. ഇടയ്ക്കിടയ്ക്ക് തോന്നിപ്പോകുമെന്നാണ്. മഹാത്മാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ജ്ഞാനം ആണ് ഒരാളെ മഹാത്മാവാക്കി തീർക്കണത്. അല്ലാതെ ഒരാൾക്ക് മഹാത്മാവാണെന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റില്ല. വാസുദേവ സർവമിതി. നമ്മുടെ ഭഗവാന്റെ അടുത്ത് ഒരു വലിയ ഭാഗവതൻ ഈ ശ്ലോകം ചൊല്ലിയിട്ട് നമ്മുടെ ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, ഗീതയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ വാസുദേവ സർവം, അതല്ലേ ഏറ്റവും ഉയർന്ന സ്ഥിതി എന്ന് ചോദിച്ചു. അതിന് നമ്മുടെ ഭഗവാൻ പറഞ്ഞു, ശരിയാണ്, വാസുദേവ സർവം എന്ന് കാണുന്നതാണ് ഏറ്റവും ഉയർന്നത്. പക്ഷേ വാസുദേവ സർവം എന്ന് കാണുന്നവനാര്? കാണുന്ന ആള് വാസുദേവനല്ലേ? എല്ലാം വാസുദേവൻ എന്ന് കാണണമെങ്കിൽ കാണാൻ ഒരാൾ ഉണ്ടാവണമല്ലോ. അയാള് സ്വയം താൻ ആരാണ്, തന്റെ സ്വരൂപം എന്താണ്, ഈ ഞാൻ എന്താണെന്ന് ആരാഞ്ഞ്, ഞാൻ എന്നുള്ള അഭിമാനത്തിന്റെ സ്വരൂപത്തിനെ ആരാഞ്ഞ്, അഭിമാനം എന്നുള്ളത് ഉണ്മയല്ല, നിത്യശുദ്ധമായ പൂർണ്ണവസ്തുവേ അവിടെ ഉള്ളൂ എന്നുള്ള പ്രജ്ഞ അനുഭവം ഉണ്ടാവുമ്പോ താൻ തന്നിലിരുന്നാൽ കാണുന്നതൊക്കെ തന്നെ തത്വസ്വരൂപമായിട്ട് കാണപ്പെടും. വാസുദേവ ശബ്ദത്തിന് ഭാഗവതത്തിലെ അർത്ഥം പറയണ്ട്, ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം അനന്തരം തു അബഹിഹി ബ്രഹ്മസത്യം പ്രത്യക് പ്രശാന്തം ഭഗവത് ശബ്ദ സംജ്ഞം യദ്വാസുദേവം കവയോ വദന്തി. പഞ്ചമസ്കന്ധത്തില് ജഡഭരതൻ രഘുഗണൻ ഉപദേശിക്കുമ്പോൾ വരുന്ന ശ്ലോകമാണ്. വാസുദേവൻ എന്ന് വെച്ചാൽ എന്താ? ജ്ഞാനം വിശുദ്ധം പരമാർത്ഥം ഏകം അനന്തരം തു അബഹിഹി ബ്രഹ്മ സത്യം പ്രത്യക് പ്രശാന്തം ഭഗവത് ശബ്ദ സംജ്ഞം യദ്വാസുദേവം കവയോ വദന്തി. ഋഷികൾ പറയുന്നു വാസുദേവൻ എന്ന് വെച്ചാൽ വിശുദ്ധമായ ജ്ഞാനസ്വരൂപം. ജ്ഞാനം വിശുദ്ധം. നമ്മള് രാവിലെ ദശശ്ലോകിയിൽ പറഞ്ഞ പോലെ സ്വതസിദ്ധഭാവാത് വിശുദ്ധാത്മകത്വാത്. തന്റെ യഥാർത്ഥ സ്വരൂപം ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നും തന്നെയല്ല. അഹം അഹം എന്നുള്ളത്
കേവല ചിത്താണ്, അഖണ്ഡമായ പ്രജ്ഞയാണ്, അവിഛിന്നമായ ബോധമാണ്. എന്നുള്ള പ്രത്യഭിജ്ഞ, ആന്തരദർശനം, അതാണ് ഇവിടെ വിശുദ്ധം ജ്ഞാനം പരമാർത്ഥം ഏകം. അവിടെ രണ്ടില്ല. അബഹിഹി, അത് വെളിയിലുണ്ടാവണ വസ്തുവല്ല. ബ്രഹ്മ, അതിനെയാണ് ബ്രഹ്മം എന്ന് പറയണത്, സത്യം എന്ന് പറയണത്. പ്രത്യക്, ഉള്ളിന്റെ ഉള്ളിൽ ഇനി പോവാൻ കഴിയാതെ സർവസാക്ഷിയായി സ്വയം പ്രകാശമാനമാണ്. പ്രശാന്തം, ശാന്തിയെ സ്വരൂപമാണ്. ഭഗവത് ശബ്ദ സംജ്ഞം, അതിനെ ഭഗവാൻ എന്ന് വിളിക്കുന്നു. യത് വാസുദേവം കവയോവത്, അതാണ് വാസുദേവ ശബ്ദത്തെ വ്യാസഭഗവാൻ തന്നെ കൊടുക്കണ വ്യാഖ്യാനം. അപ്പൊ വാസുദേവ സർവം, സകലതും നാരായണ സ്വരൂപമാണെന്ന് അനേക ജന്മങ്ങൾ കൊണ്ടൊരു ജ്ഞാനി അറിയുന്നു. സന്ദേഹലേശമില്ലാതെ എല്ലാറ്റിലും അന്തര്യാമി രൂപേണ ഇരിക്കുന്ന ഭഗവാനെ കാണുന്നു. അല്പമും സന്ദേഹമില്ല. മഹാത്മ, അങ്ങനെയുള്ള സ്ഥിതിയിലുള്ള മഹാത്മാ സുദുർലഭ. ഭഗവാൻ പറഞ്ഞു വളരെ ദുർലഭാണെന്നാണ്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ തന്നെ ആ ഭൂമി പവിത്രമായിട്ട് തീരും. സൂതസംഹിതയിൽ പരമേശ്വരൻ തന്നെ പറയുന്നു, കുലം പവിത്രം ജനനീ കൃതാർത്ഥ വസുന്ധര പുണ്യവതീ ചതേന അപാര സച്ചിത് സുഖവാരിരാശേ ലീനം പരേ ബ്രഹ്മണി യസ്യ ചേതഃ. കുലം പവിത്രം ജനനീ കൃതാർത്ഥ വസുന്ധര പുണ്യവതീ ചതേന. അയാളുടെ കുലം പവിത്രമായി, അമ്മ കൃതാർത്ഥയായി, ഭൂമി പുണ്യവതിയായിട്ട് തീർന്നു. എന്താ? ഈ തത്വജ്ഞാനം പൂർണ്ണമായിരിക്കുന്നു. ഈ തത്വജ്ഞാനം ആർക്ക് പൂർണ്ണമായോ അവൻ അത്യാശ്രമിയാണ്. അവൻ ബ്രഹ്മചാരിയല്ല, അവൻ ഗൃഹസ്ഥനല്ല, അവൻ വാനപ്രസ്ഥനല്ല, അവൻ സന്യാസിയല്ല. ശരീരധർമ്മങ്ങളൊന്നും തന്നെ ആത്മാവിൽ ആരോപണം ചെയ്യാത്തവനാണവൻ. അവന് താനും ആത്മാവാണ്, പ്രപഞ്ചത്തിലെല്ലാം ആത്മസ്വരൂപമാണ്. ആത്മൈവേദം സർവം. ആത്മാ പുരസ്താദാത്മാ പശ്ചാദാത്മാ ദക്ഷിണത ആത്മോത്തരത ആത്മൈവേദം സർവം. പുരസ്താദാത്മാ പശ്ചാദാത്മാ ദക്ഷിണത ഉത്തരേണ ഒക്കെ ആത്മസ്വരൂപമായി, സകലതും ഭഗവത് സ്വരൂപമായി, അന്യമില്ലാതെ. ഇതൊക്കെ നമ്മൾ വാക്കിൽ പറയണു, സ്വാനുഭവത്തില് അതിന്റെ സ്വരൂപത്തിനെ വർണ്ണിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു സുദുർലഭ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ജ്ഞാനി സുദുർലഭനാണ്. അങ്ങനെയുള്ള ജ്ഞാനിയാണ് ഭഗവാൻ പറഞ്ഞ അവൻ വേറെയല്ല, ഞാൻ വേറെയല്ല. അവൻ തന്നെ നടമാടുന്ന ഈശ്വര സ്വരൂപം. ജംഗമ ലിംഗമാണ് അവര് എന്നാണ്. ഭഗവാന്റെ ജംഗമ സ്വരൂപമാണ്, ജംഗമ വിഗ്രഹമാണ് അവര്. അപ്പോ ജ്ഞാനീതു ആത്മൈവമേ മതം എന്ന് പറഞ്ഞില്ലേ, ബഹൂനാം ജന്മനാം ജ്ഞാനാർത്ഥ സംസ്കാരാശ്രയാണാം അന്തേ ജ്ഞാനവാൻ പ്രാപ്ത പരിഭാഗജ്ഞാന മാം വാസുദേവം പ്രത്യക് ആത്മാനം പ്രത്യക്ഷതഃ പ്രപദ്യത്തെ വാസുദേവ സർവമിതി യേവം സർവാത്മാനം മാം നാരായണം പ്രതിപദ്യത്തെ സ മഹാത്മാ ന തത് സമഃ അന്യഃ അസ്തി അധികഃ വാ സ സുദുർലഭഃ. അവന് തുല്യമാരുമില്ല, അവനേക്കാളും അധികം ആരുമില്ല. അങ്ങനെയുള്ളവൻ വളരെ ദുർലഭനാണ് എന്ന് പറഞ്ഞു. സ സർവാത്മാനം പ്രപദ്യത്തെ വാസുദേവ സർവമിതി പ്രപദ്യത്തെ. അയാളുടെ പ്രപത്തി ജ്ഞാനം കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. ജ്ഞാനം കൊണ്ടുവരുന്ന പ്രപത്തിക്കും മറ്റുള്ളതിനും എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, മറ്റുള്ള പ്രപത്തി ഇപ്പൊ നമ്മള് സൂക്കേട് വരുമ്പോ ഡോക്ടർക്ക് പ്രവൃത്തി ചെയ്യും. ദാരിദ്ര്യം വരുമ്പോ നമുക്ക് പണം തന്ന് സഹായിക്കുന്ന ആൾക്ക് പ്രവൃത്തി ചെയ്യും. ഒരു കുഞ്ഞ് അമ്മയ്ക്ക് പ്രവൃത്തി ചെയ്യും.
അച്ഛന് പ്രപത്തി ചെയ്യും. വിശക്കുമ്പോ എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുന്ന ആളുടെ അടുത്ത് പ്രപത്തി ചെയ്യും. നമ്മൾക്ക് എന്തെങ്കിലും കാര്യം നടക്കാനുണ്ടെങ്കിൽ ആരുടെ അടുത്തുനിന്ന് കാര്യം നടക്കുമോ അവരുടെ അടുത്തൊക്കെ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു അടക്കം വരും അല്ലേ? ചീത്ത പറഞ്ഞാലും കേട്ടോളും, ഒക്കെ അടങ്ങിക്കോളും. അത് കണ്ടീഷണൽ സറണ്ടർ ആണത്. അതേപോലെയാണ് നമ്മളുടെ ഈശ്വര ഭക്തിയിലും കാര്യം നടക്കാനുള്ള പ്രവൃത്തിയാണ് നമുക്ക് അധിക പറ്റുള്ളത്. ഭഗവാന്റെ അടുത്ത് ഭഗവാനെ എന്റെ കാര്യം നടത്തി തരണം, അധ്യാത്മമായിട്ട് വരുമ്പോഴും എന്തോ ഒരു ആഗ്രഹം ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ശരിയായ പ്രവൃത്തി അല്ല അവിടെ. നമ്മുടെ ഭഗവാന്റെ അടുത്ത് പറയും, പലരും പറയും, ഭഗവാൻ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ആത്മജ്ഞാനം മാത്രം കിട്ടിയാൽ മതി. അപ്പൊ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയണ്ട്, ജ്ഞാനം മാത്രം മതിയത്രേ, ശരണാഗതി ചെയ്യാൻ പറഞ്ഞാൽ ആരും തയ്യാറല്ല എന്ന് പറയും. ശരണാഗതി ചെയ്താൽ പിന്നെ ചോദ്യം ഉണ്ടാവോ? ഒരു വൈഷ്ണവ ഒരു അമ്മ കുടുംബത്തിലെ ചില കഷ്ടങ്ങളൊക്കെ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു. അപ്പൊ അത് കേട്ടിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു ഉപകാരം എന്താന്ന് വെച്ചാൽ അവര് പറയണത് കേൾക്കുക. പരിഹാരമൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഈശ്വരൻ തന്നെ ചെയ്യണം. പറഞ്ഞു കേട്ടിട്ട് അപ്പൊ പറഞ്ഞു ശരണാഗതി ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പൊ തോന്നിയപ്പോ അവര് പറഞ്ഞു ശരണാഗതിയെല്ലാം പണിയാച്ച് അപ്പോ നടക്ക മാട്ടേങ്ങടുത്ത്. ശരണാഗതി എന്ന് വെച്ചാൽ വൈഷ്ണവ സമ്പ്രദായപ്പടി ചിഹ്നമൊക്കെ ഇട്ട് കഴിഞ്ഞു, എന്നിട്ടും നടക്കുന്നില്ല എന്നാണ്. അപ്പോ ശരണാഗതി എന്ന് വെച്ചാൽ ഈ ചിഹ്നം ഇട്ട ശരണാഗതി അയ്യോ, അല്ലെങ്കിൽ ശരണാഗതി ചെയ്തു എന്ന് ധരിച്ചാൽ പിന്നെ അത് കഴിഞ്ഞ് ചോദ്യം ഉണ്ടാവുമോ? ശരണാഗതി ചെയ്ത ശേഷം പിന്നെ കാര്യം നടന്നില്ല എന്ന് വായുകൊണ്ട് പറയോ? വാസുദേവ സർവം എന്ന് വെച്ചാൽ വാസുദേവൻ തന്നെയാണ് നല്ലത്, വാസുദേവൻ തന്നെയാണ് ചീത്ത, വാസുദേവൻ തന്നെയാണ് ദുഃഖം. രമണ ഭഗവാന് ക്യാൻസർ വന്നപ്പോ പലരും പറഞ്ഞു, ഭഗവാനെ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ നിവൃത്തിയാക്കാൻ പാടില്ലേ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, നിങ്ങളിൽ പലരും എന്റെ അടുത്ത് വരണു, അതുപോലെ തന്നെയാണ് അത് വന്നിരിക്കുന്നത്. നിങ്ങളെ ആരെയും ഞാൻ പോകൂന്ന് പറയണില്ല, അതുകൊണ്ട് അതിനെ എങ്ങനെ പോകൂന്ന് പറയും? നിങ്ങളെ ആരെയും ഞാൻ വിളിച്ചില്ല, നിങ്ങളൊക്കെ വരണു, അതുപോലെ ഞാൻ അതിനെയും വിളിച്ചില്ല, അതും വന്നിരിക്കണു. നിങ്ങളെ ഒന്നൊക്കെ പോവാനും പറയണില്ല, അതുപോലെ അതിനെ ഞാൻ എങ്ങനെ പോവാൻ പറയും? ആ അനുഭവമും ആദിവ്യാധി പരീതൈശ്ച സർവോപദ്രവ ശത്രു എവിടെയോ വരുന്ന ഒരു ശ്ലോകാണ്. ആദി വ്യാധി ഉപദ്രവങ്ങളെ എല്ലാത്തിനെയും ആത്മാവായി കാണുന്നു അത്രേ ജ്ഞാനി. എന്നുവെച്ചാൽ ആത്മാവായി കാണുന്ന വെച്ചാൽ മരവും വെട്ടവും തൂണും പുറത്തുള്ള വസ്തുക്കളല്ല, തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിപരീതമായ അനുഭവങ്ങളെ അടക്കം ഭഗവത് സ്വരൂപമായിട്ട് കാണുകയാണ്. വാസുദേവ സർവം എന്നുള്ളതിന്റെ ഡയമെൻഷൻ, ഇറ്റ് ഈസ് ലിമിറ്റ്ലെസ്, ഇൻഫിനിറ്റ് ഡയമെൻഷൻ, multiple dimension. In all dimensions you have to see it. നമുക്ക് പറയുമ്പോ പറയാം, അനുഭവം വരുമ്പോ പതറിപ്പോവും. നല്ലതും വാസുദേവ സ്വരൂപം, ചീത്തയും വാസുദേവ സ്വരൂപം, ഉറക്കമും വാസുദേവ സ്വരൂപം, ഉണർവും വാസുദേവ സ്വരൂപം, കർമ്മവും അകർമ്മവും ചിത്തും ജഡവും. പ്രഹ്ലാദൻ പറയുന്നുണ്ട്, പ്രഹ്ലാദസ്ഥിതിയുടെ അവസാനം ത്വം വായുരഗ്നിലവനിർ വിയദംബുമാത്ര പ്രാണേന്ദ്രിയാണി ഹൃദയം ചിദ് അനുഗ്രഹശ്ച സർവം ത്വമേവ സഗുണോ വിഗുണശ്ച ഭൂമൻ ഏവം വിമൃശ്യ സുധിയഃ വിരമന്തി ശബ്ദാത്. പ്രഹ്ലാദൻ പറയാണ്, ഭഗവാനെ ത്വം വായു അഗ്നി അനലോ വിയദ് അംബുമാത്ര. അനിലോ വിയദ്, ത്വം വായുരഗ്നിർ അവനിർ വിയദ് അംബുമാത്ര. പഞ്ചഭൂതങ്ങൾ ഭഗവാനെ അവിടുത്തെ സ്വരൂപമാണ്. പ്രാണേന്ദ്രിയാണിച്ച്, എന്റെ ഉള്ളിലുള്ള വിശപ്പ് ദാഹം മുതലായിട്ടുള്ള വികാരങ്ങളെയൊക്കെ ഉണ്ടാക്കുന്ന പ്രാണനും അവിടുത്തെ സ്വരൂപമാണ്. കണ്ണ് ചെവി മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങളൊക്കെ അവിടുത്തെ സ്വരൂപമാണ്. ചിത്
എന്റെ ഉള്ളില് അഹം 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 എന്ന് യാതൊന്നു സ്ഫുരിക്കുന്നു. ആ ചിത്ത് അവിടുത്തെ സ്വരൂപമാണ്. അനുഗ്രഹശ്ച, കൃപയുണ്ടല്ലോ, അധ്യാത്മജ്ഞാനത്തിനുള്ള വാഞ്ച ഉണ്ടാവണുണ്ടല്ലോ, അതും അവിടുത്തെ സ്വരൂപമാണ്. സർവം ത്വമേവ, ഭഗവാൻ ഇവിടെ എന്തൊക്കെ കാണപ്പെടുന്നുണ്ടോ അതൊക്കെ അങ്ങാണ്. സഗുണോ വിഗുണശ്ച, സദ്ഗുണങ്ങൾ ഉള്ളതൊക്കെ അവിടുത്തെ സ്വരൂപമാണ്. ദുർഗുണം, എന്റെ അച്ഛനിതാ കയ്യിൽ വാള് പിടിച്ചുകൊണ്ട് എവിടെയാടാ ഹരിയും ചോദിക്കുന്നുണ്ടല്ലോ, അവൻ അങ്ങയുടെ പ്രത്യക്ഷ സ്വരൂപമാണ് എന്റെ അച്ഛൻ. വിഗുണശ്ച ഭൂമന്, അന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ് പ്രഹ്ലാദൻ അവസാനം പറഞ്ഞ ഇങ്ങനെ എല്ലാം അവിടുന്നാണെന്ന് പറഞ്ഞ് ഏവം വിമൃശ്യ, നല്ലവണ്ണം വിചാരം ചെയ്തിട്ട് സുധിയ, നല്ല തത്വജ്ഞാനികൾ വിരമന്തി ശബ്ദാത്, എല്ലാ ശബ്ദവും വിട്ട് മൗനികളായിട്ട് തീരണു, പ്രപന്നരായിട്ട് തീരണു, ശരണാഗതരായിട്ട് തീരണു. അവർക്ക് ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഉള്ള എല്ലാത്തിൻ്റെയും ഇരുപ്പ് നഷ്ടപ്പെട്ടു പോകും. സകലതും ഭഗവത് സ്വരൂപം വാസുദേവ സർവമിതി. ഇപ്പൊ വാസുദേവ സർവം എന്ന് വെച്ചാൽ പുറത്തുള്ള രൂപം മാത്രമല്ല, നമ്മളുടെ അകത്തുള്ള അനുഭവങ്ങളൊക്കെ. ആദ്യം തന്നെ പറഞ്ഞുവല്ലോ, ഭഗവാന്റെ അപരാപ്രകൃതിയും പരാപ്രകൃതിയും ഭഗവാനാണ്. സോ you cease to exist as a separate personality. You cease to exist apart from the infinite. You become one with the whole, with the plenum. പൂർണ്ണത്തിന്റെ കൂടെ ഒന്നായിട്ട് തീരുന്നു, പൂർണ്ണമായിട്ട് തീരുന്നു. അപ്പോഴേ പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത്തെ എന്ന് പറയും നോക്കൂ. അങ്ങനെയുള്ള ജ്ഞാനിയെയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞ് സുദുർലഭ, വളരെ അപൂർവമായിട്ട് ഈ തത്വജ്ഞാനദാർഢ്യമുള്ളവരെ കാണപ്പെടുന്നു. വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. അങ്ങനെയുള്ളവര് ആത്മൈവ സർവം ആത്മൈവ സർവ വാസുദേവ ആത്മൈവ ഇത്യേവം അപ്രതിപത്തോ കാരണമുച്യത്തെ. അപ്പോ ശരി, ഇപ്പൊ കേട്ടു നമ്മള് അല്ലേ, വാസുദേവ സർവം കേട്ടപ്പോ തന്നെ പ്രഹ്ലാദന് ഗർഭത്തിലിരിക്കുമ്പോ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു, സ്വീകരിച്ചു എന്നാണ്. നമ്മളിപ്പോ പുറത്തു വന്ന് നല്ല ശ്രദ്ധയോടെ ഇരിക്കുകയാണ്, നമ്മളിപ്പോ കേട്ടു. ശരി, അങ്ങനെ തന്നെ ആയിക്കൂടെ? എന്താ ഇപ്പൊ കുഴപ്പം? ജ്ഞാനം എന്ന് പറഞ്ഞാൽ സയൻസ് പോലെ ഇത് ഹൈഡ്രജനാണ്, ഓക്സിജനാണ്, ഇത് ചേർന്ന് കഴിഞ്ഞാൽ വെള്ളമാണ് എന്നൊക്കെ പറഞ്ഞു. ഒരിക്കൽ കേട്ടു, നമ്മൾ മനസ്സിലാക്കിയ കഴിഞ്ഞു. 4 4 8 കേട്ടു, മനസ്സിലാക്കിയ കഴിഞ്ഞു. അതേപോലെ ഇപ്പൊ നിങ്ങൾ കേട്ടു വാസുദേവ സർവം. ഈ ജ്ഞാനത്തിൽ ചെയ്യാനൊന്നുമില്ല, ഉണ്ടോ? വാസുദേവ സർവം എന്നുള്ളത് ജ്ഞാനമാണ്, കർമ്മവിഷയമല്ല. നിങ്ങളോട് നാമം ജപിക്കാൻ പറയോ അല്ലെങ്കിൽ പൂജ ചെയ്യാൻ പറയോ ഒന്നും പറഞ്ഞില്ല. വാസുദേവ സർവം എന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ കേട്ടു. ഇനിയിപ്പോ സ്വീകരിക്കാൻ എന്താ തടസ്സം? അതാണ് ഭഗവാൻ അടുത്തത് പറയുന്നത്. എന്തുകൊണ്ടാ ഈ ജ്ഞാനം ഇത്രയധികം പ്രകാശമാനമായി കിട്ടിയിട്ടും, ഋഷികളിൽ നിന്നും കിട്ടിയിട്ടും, ജ്ഞാനികളിൽ നിന്ന് കിട്ടിയിട്ടും, ഭഗവാനിൽ നിന്ന് തന്നെ കിട്ടിയിട്ടും കുറച്ചു നേരം കഴിയുമ്പോൾ എന്തുകൊണ്ട് വിട്ടുപോകുന്നു? അല്ലെങ്കിൽ കേൾക്കുമ്പോ തന്നെ പരിപൂർണമായി എന്തുകൊണ്ട് സ്വീകരിക്കാൻ സാധിക്കണില്ല? ഈ ശ്രവണ ദോഷം എന്താ? അതാണ് അടുത്ത ശ്ലോകം. നോക്കൂ, നമ്മളുടെ ഡയഗ്നോസിസ് ആണ്, നമ്മളുടെ സൂക്കേട് എന്താണെന്നുള്ള ഡയഗ്നോസിസ് ആണ് അടുത്തത്. കാമൈസ്തൈസ്തൈർഹൃതജ്ഞാനാഃ പ്രപദ്യന്തേന്യദേവതാഃ തം തം നിയമമാസ്ഥായ പ്രകൃത്യാ നിയതാ സ്വയാ.
കാമൈഹി തൈഹി തൈഹി ഹൃതജ്ഞാനാഃ പ്രപദ്യന്തെ അന്യദേവതാഃ തം തം നിയമം ആസ്ഥായ പ്രകൃത്യാ നിയതാഃ സ്വയാ. കാമൈഹി തൈഹി തൈഹി പുത്ര പശു സ്വർഗാദി വിഷയൈഃ ഹൃതജ്ഞാനാഃ അപഹൃത വിവേക വിജ്ഞാനാഃ പ്രപദ്യന്തെ അന്യദേവതാഃ വാസുദേവാത് ആത്മനഃ അന്യാഃ ദേവതാഃ തം തം നിയമം ദേവതാരാധനേ പ്രസിദ്ധഃ യഃ യഃ നിയമഃ തം ആസ്ഥായ ആശ്രിത്യ സ്വഭാവേന ജന്മാന്തരാർജിത സംസ്കാര വിശേഷേണ നിയതാഃ നിയമിതാഃ പ്രപദ്യന്തെ. എന്താപ്പോ ഭഗവാന് സകലതും ഭഗവത് സ്വരൂപമായി ശരണാഗതി ചെയ്യാൻ വിഘ്നം എന്താന്ന് വെച്ചാൽ ആഗ്രഹം. ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് പലതും നേടിയെടുക്കാനുണ്ട്. അന്യ അഭിനിവേശം എന്ന് പേരുന്നു. ഭാഗവതത്തിൽ ചിത്രകേതു എന്ന രാജാവിന് ബ്രഹ്മോപദേശം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്കിരസ മഹർഷി വരണു. രാജാവ് വരവേറ്റു. സിംഹാസനത്തിലിരുത്തി പാദപൂജ ചെയ്തു. അങ്കിരസൻ എന്തെങ്കിലും പറയാൻ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ചിത്രകേതു കരയാൻ തുടങ്ങി. എന്താ കാര്യം? എനിക്കൊരു മകനില്ല, എനിക്കൊരു കുഞ്ഞില്ല, ഒരു കുഞ്ഞ് ജനിക്കാൻ ആശീർവദിക്കണം എന്ന് പറഞ്ഞു. അങ്കിരസൻ ആശീർവദിച്ചിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് നിനക്ക് സുഖവും ഉണ്ടാവും ദുഃഖവും ഉണ്ടാവും. വളരെ കാലമായിട്ട് ആശിച്ചതാണ്, നടന്നില്ല. ഒരു യാഗം നടത്തി, അന്നൊരു കുഞ്ഞ് ജനിച്ചു. കുഞ്ഞ് കുറച്ചു കാലം ജീവിച്ചു, മരിച്ചുപോയി. സഹിക്കവയ്യാത്ത ദുഃഖം, തീവ്ര ദുഃഖത്തില് വെന്ത് നീറിക്കൊണ്ടിരിക്കുമ്പോ അങ്കിരസൻ വീണ്ടും വന്നു. നാരദ മഹർഷിയോടുകൂടെ വന്നു. അങ്കിരസൻ പറഞ്ഞു, എന്തിനാ കരയണ ചോദിച്ചു. എന്റെ കുഞ്ഞു മരിച്ചുപോയി. അങ്കിരസൻ പറയാണ്, നോക്കൂ, ഇതാണ് ലോകം. ഞാൻ അന്ന് തന്നെ വന്നത് താങ്കൾക്ക് ബ്രഹ്മോപദേശം ചെയ്യാനാണ്. പക്ഷേ അങ്ങയുടെ ഉള്ളിൽ അതിന് തയ്യാറല്ല. കാരണം എന്താ? എന്തോ ഒരു ആഗ്രഹം ഒരു മേഘം പോലെ ആവരണം സൃഷ്ടിച്ച് കിടപ്പുണ്ടായിരുന്നു ഉള്ളില്. അത് ഒഴിഞ്ഞു നീങ്ങാതെ ഉപദേശിച്ചാൽ ഫലിക്കില്ല. ജ്ഞാത്വാ അന്യാഭിനിവേശം തേ പുത്രമേവ ദദാവഹം. അങ്ങയുടെ ഉള്ളിൽ ഒരു അന്യാഭിനിവേശം, ഫാസിനേഷൻ ഫോർ ദ അതർ, craving for something else was there. അതുകൊണ്ട് തത്വം ഉപദേശിച്ചാലും കേൾക്കാൻ പറ്റില്ല. എന്തെങ്കിലും ആഗ്രഹം വെച്ചുകൊണ്ട് വന്നാൽ അതിലല്ലേ ശ്രദ്ധയുണ്ടാവുള്ളൂ, അല്ലേ? പ്രഭാഷണം കേൾക്കാൻ വന്നിരിക്കുന്ന ആള് ആ കൂട്ടത്തിനിടയിൽ പോക്കറ്റ് അടിക്കാൻ ഒരാൾ വന്നാൽ അയാൾ പ്രഭാഷണം കേൾക്കുവോ? ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും, അല്ലേ? അയാൾ എന്തിനാ വന്നിരിക്കുന്നത്? അയാൾ ഇത് കേൾക്കാനല്ല. എവിടെയെങ്കിലും കൈവച്ച് പൊക്കിക്കഴിഞ്ഞാൽ പതുക്കെ മുളഞ്ഞു പോകും. അപ്പൊ എന്ത് കാര്യത്തിന് വന്നോ ആ കാര്യമാണ്. അപ്പൊ ആഗ്രഹം ഇപ്പൊ കുഞ്ഞു വേണമെന്നാണ്, അത് കൊടുത്തു. അതിന് ദുഃഖമുണ്ടായി. ദുഃഖമുണ്ടായപ്പോ ആ ആഗ്രഹ നിർവ്വാണം ഉണ്ടായി, സങ്കല്പ നിർവ്വാണം. സങ്കല്പം അങ്ങോട്ട് പോയപ്പോ അപ്പോഴാണ് അങ്കിരസന് ഉപദേശിക്കുന്നത്, ഇനി അറിഞ്ഞുകൊള്ളുക, തനിക്ക് തത്വോപദേശം ചെയ്യാം, വൈരാഗ്യോപദേശം ചെയ്യാം, സാധന ഉപദേശിക്കാം ഒക്കെ പറഞ്ഞു. അപ്പോ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അഭിമാനം ഉള്ളിലുണ്ടാവും. ഒരു ദേവതയെ വെളിയിൽ ആരാധിക്കും. അന്യോഹം അന്യോസൗ. ശ്രുതി തന്നെ പറയണു, അന്യദേവതാഹ എന്ന് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയണതിന് കൃഷ്ണനിൽ നിന്ന് അന്യമായ ദേവതകളെന്ന് അർത്ഥം പറയാൻ പാടില്ല, അബദ്ധമായി പോകും. പല വ്യാഖ്യാതാക്കളും അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ആത്മാവിൽ നിന്ന് അന്യമായി എന്തിനെ ആരാധിച്ചാലും അതൊക്കെ തന്നെ അന്യദേവത ആരാധനയാണ്. അന്യോഹം അന്യോസൗ ഇതി ന സവേദ ദേവാനാം പശുരേവസഹ എന്നാണ് ശ്രുതി പറയണത്. ഞാൻ വേറെ
ആ ദേവത വേറെയുണ്ട്, ദേവതയെ ആരാധിച്ച് എന്തോ ആഗ്രഹം സാധിക്കണമെന്ന് ആര് ധരിക്കണോ അവൻ പശുവാണ് ദേവതകൾക്കെന്നാണ്. ദേവതകള് അയാളെ പശുവായിട്ട് കരുതും അത്രേ. കറക്കുന്ന പശുവിനെ വിടുവോ? നമ്മൾ എളുപ്പത്തിലെ വിടില്ല. അതുപോലെ ദേവതകളും ഇയാളെ മുകളിലേക്ക് പോവാൻ അനുവദിക്കാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമെന്നാണ്. അപ്പൊ ആ ദേവതകളെ എങ്ങനെ കടക്കും? ദേവോ ഭൂത്വാ ദേവാനഭ്യേതി. ദേവനായി തീർന്നിട്ടേ ദേവനെ കടക്കാൻ പറ്റുള്ളൂ. ലോകത്തിൽ തന്നെ നിയമം അതാണ്. നിങ്ങളെ ഒരിക്കലും ബലം കൊണ്ട് അടിച്ചു നിർത്തി ജയിക്കാൻ പറ്റില്ല. നിങ്ങൾ അടങ്ങിയിരിക്കും, കുറച്ചു കഴിഞ്ഞാൽ പിന്നെയും പൊങ്ങും. നിങ്ങളെ ആയിട്ട് തീർന്നാൽ നിങ്ങളെ ജയിക്കാം. അതേപോലെ ദേവതയെ ആയിട്ട് തീർന്നാൽ ദേവതയിൽ നമ്മൾ ലയിച്ചാൽ, അന്യം നിൽക്കാതെ ഇരിക്കുമ്പോ ദേവതയെ കടന്നു എന്നാണ്. അപ്പോ പോട്ടെ, കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യും. കാമൈസ്തൈസ്തൈ ഹൃതജ്ഞാനാഹ. ആഗ്രഹങ്ങൾ കൊണ്ട് അവരുടെ ജ്ഞാനം പോയി. ഗീതയും ഭാഗവതവും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും പല ആളുകളും. ഒരു വലിയ വേദാന്തി, അയാള് എന്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു. നിങ്ങൾക്കിപ്പോ പറഞ്ഞ പേര് പോലും മനസ്സിലാവില്ല. അങ്ങനത്തെ ഗ്രന്ഥങ്ങളൊക്കെ അദ്വൈത സിദ്ധി, ബ്രഹ്മാനന്ദീയം, ചിത്സുഖി, ഖണ്ഡന കാദ്യം, ഇതൊക്കെ വലിയ വലിയ പ്രൗഢഗ്രന്ഥങ്ങളാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നോക്കൂ, ഈ പറയണതൊന്നും വേദാന്തല്ല, ഇതൊക്കെ അനുഭവത്തിന് വരണം. അനുഭവത്തിന് വന്നിട്ടില്ലെങ്കിൽ ഇതൊന്നും പ്രയോജനമില്ല. എന്തിനാ ഈ തല വെറുതെ പുകയ്ക്കണതെന്ന് ഞാൻ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹം കുറെ നേരം ആലോചിച്ചിട്ട് ഞാൻ, അനുഭവമുള്ളവരൊക്കെ ഇപ്പൊ ഉണ്ടോ? അനുഭവത്തിലുള്ളവരൊക്കെ ഇപ്പൊ ഉണ്ടോ? അയാളോട് എന്തു പറയും? ധാരാളമായിട്ടുണ്ടെന്ന്. ഇഷ്ടം പോലെ ഉണ്ട്, വേണമെങ്കിൽ ഉണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം കുറെ നേരം ആലോചിച്ചു. ഉള്ളിൽ പോണ്ടെന്നാണ് ഞാൻ ധരിച്ചത്. എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെയുള്ളവരാരെങ്കിലും പോയാൽ എന്റെ കൈ നോക്കി പറയുമെന്നാണ്. വലിയ പണ്ഡിതനാണ്, അയാളുടെ ഇന്റലിജൻസ് ഇത്രയേ ഉള്ളൂ. എന്റെ കൈ നോക്കി പറയൂ. എന്താ കാര്യം? എന്തോ പ്രശ്നം ഉള്ളിലുണ്ട്. കാമൈസ്തൈസ്തൈഹി ഹൃതജ്ഞാനാഹ പ്രപദ്യന്തെ അന്യദേവതാ. അവരെന്ത് ചെയ്യും? അതിന് ഏത് ദേവതയാണോ അനുകൂലിക്കുക ആ ദേവതയുടെ അടുത്ത് പോകും. എന്തൊക്കെ ദേവതകളാ ലോകത്തിലുള്ളതല്ലേ? അവരവരുടെ ആഗ്രഹത്തിനനുസരിച്ച് മാടൻ, ചാത്തൻ, തൊട്ട് തുടങ്ങി ഭൈരവൻ, എന്തൊക്കെ മൂർത്തികളാ ഉള്ളതറിയോ? ഇതൊക്കെ തന്നെ ഓരോരുത്തരുടെ ആഗ്രഹത്തിനനുസരിച്ചാണ്. അതാത് ദേവതകളുടെ അടുത്തൊക്കെ പോയി ശരണാഗതി ചെയ്യും. തൽക്കാല ആഗ്രഹം നടക്കാൻ നമ്മൾ ലോകത്തിൽ ഓരോ ഓഫീസറുടെ അടുത്ത് പോണ പോലെ അവരുടെ അടുത്തും പോകും. മഹാരാഷ്ട്രയിൽ പോയാൽ ഒരിടത്തൊരു ഭൈരവന്റെ അമ്പലമുണ്ട്. വായ പൊളിച്ചിട്ട് ഭൈരവൻ ഇരിക്കും. ഉള്ളില് മദ്യം ഒഴിച്ചു കൊടുക്കും വായില്. അതെവിടെ പോകുന്ന അറിയില്ല എന്നാണ്. ഇപ്പൊ നല്ല ബോട്ടിലൊക്കെയാണോ കൊണ്ടുവരുന്നത്. ആ അമ്പലത്തിൽ എത്ര ചെറുപ്പക്കാരാ അറിയോ? എന്താന്ന് വെച്ചാൽ പ്രസാദം കിട്ടും. പ്രസാദം കിട്ടുമെന്നാണ്. തമാശ അറിയല്ല. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് കുറച്ചുപേര് പോയി. നമ്മുടെ പാട്ടിമാര് ചിലവരൊക്കെ കൈ നീട്ടി വാങ്ങിച്ചു. അറിഞ്ഞില്ല അവർക്ക്. പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അയ്യേന്ന് കളഞ്ഞത്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് അവിടെ കൊടുക്കണത്. കാമൈസ്തൈസ്തൈർ ഹൃതജ്ഞാനാഹ. അവരവരുടെ ആഗ്രഹം സാധിക്കാനായിട്ട് എന്തു കൊടുത്താലാണ് ആഗ്രഹം സാധിക്കുക എന്നാണ്. ഏത് ദേവതയ്ക്ക് എന്ത് ചെയ്യണം, ഇന്ന വിധത്തിൽ പൂജിക്കണം, അത് തം നിയമമാസ്തായ. ആ നിയമമൊക്കെ നോക്കൂ, ചിട്ടപ്പടി ചെയ്യും ആളുകൾ. എന്തൊക്കെ പൂജകള് വഴിപാടുകളൊക്കെയാണ് അമ്പലങ്ങളിലല്ലേ. ഭാഗവത സപ്താഹത്തിനടക്കം വിചിത്രമായ വഴിപാടുകളാണ്. ആരോ പറഞ്ഞു തെക്കോട്ട് എവിടെയോ ഒരു ഭാഗവത സപ്താഹത്തിന് വെട്ടുകത്തി വഴിപാടത്ര. എന്താ എനിക്കൊന്നും പിടിയിട്ടില്ല. ഈ വെട്ടുകത്തി വഴിപാട് ചെയ്താൽ എന്തോ കാര്യം നടക്കും എന്നാണ് ആരോ പറഞ്ഞിരിക്കുന്നത് അത്രയും. ആ ഗതി വരെ ഭാഗവത സപ്താഹത്തിനെ പോകാൻ സാധിക്കുമെങ്കിൽ. ഇപ്പൊ നോക്കൂ, രുക്മിണി കല്യാണത്തിന് ഭക്തി കൊണ്ടാണോ ആളുകൾ കെട്ടി എഴുന്നള്ളിക്കണത്? രുക്മിണി കല്യാണത്തിന്
പെൺകുട്ടികളൊക്കെ അലങ്കരിച്ച് കയ്യില് താലപ്പൊലിയും ഒക്കെ ആയിട്ട് നടക്കുന്നത് ഭക്തി കൊണ്ടാണോ? അല്ല. പിന്നെയോ കാമൈസ്തൈസ്തൈർ ഹൃതജ്ഞാന. ആരോ പറഞ്ഞു രുക്മിണി കല്യാണത്തിന് പെൺകുട്ടികൾ വന്നാൽ അവർക്ക് കല്യാണം കഴിയും എന്ന് പറഞ്ഞു. അപ്പൊ കല്യാണം കഴിയാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം എന്നായില്ലേ ഇപ്പോ, അല്ലേ? കല്യാണം കഴിയാനാണ് ഭാഗവത സപ്താഹം എന്ന് ആ കുട്ടികൾ ധരിച്ചു വെച്ചിട്ടുണ്ടാവും ചിലപ്പോ. അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ. പല ആളുകൾ ഈ പ്രസംഗിക്കുന്നതിനും ഇതിനും സംബന്ധമേ ഇല്ലാതെയാണ് വരുന്നത്. എന്തോ ആഗ്രഹം തീർക്കാനാണ് വന്നിരിക്കുന്നത്. അവരുടെ ശ്രദ്ധ മുഴുവൻ അതിലാണ്. അതുകൊണ്ട് അവർക്കതൊന്നും കേൾക്കാനും പറ്റില്ല. അമ്പലത്തിലെ പൂജയ്ക്ക് വരുമ്പോ, ഭഗവാന്റെ മുമ്പിൽ പോകുമ്പോ ഒക്കെ അങ്ങനെയാണ്. ഒരിക്കൽ മഹാവിഷ്ണുവും നാരദനും കൂടെ ഭൂമിയിൽ വന്നു. ഇങ്ങനെ പോയപ്പോ ഒരിടത്ത് പാട്ട് നടക്കുന്നു, ഭജനം നടക്കുന്നു. നാരദ മഹർഷി പറഞ്ഞു, വിഷ്ണു ഭഗവാനെ നമുക്കൊന്ന് അവിടെ പോവാമെന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ അവിടെ പോയി. ഏത് വേഷത്തിലാ പോണ്ടത്? നാരദരെ നോക്കൂ, അവരൊക്കെ പാടുന്നത് നോക്കൂ. കണ്ണനെ കാണണം, കണ്ണനെ കാണണം, കണ്ണനെ കാണണം എന്ന് എത്രയാ പാടുന്ന. അവരുടെ മുമ്പിൽ പോയി നിൽക്കണം. അങ്ങ് ഇങ്ങനെ പിശുക്കനായാ പറ്റില്ല. അവർക്ക് ദർശനം കൊടുക്കണം. കൃഷ്ണൻ പറഞ്ഞു, നാരദരെ അവര് എന്നെ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല പാടുന്നത്. ആരോ അങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, അതവര് പാടുകയാണ്. അതുകൊണ്ട് വേണോ? അല്ലല്ല ഭഗവാനെ വേണം. ശരി, ഏത് രൂപത്തിൽ പോണം? ഇതേ രൂപത്തിൽ പോണം. ഓടക്കുഴലും ഒക്കെ ആയിട്ട്, തലയിൽ മയിൽപ്പീലിയും ഒക്കെ ആയിട്ട് അവരെങ്ങനെ വിളിക്കുന്നു അതേ നീലക്കാർ വർണ്ണനായിട്ട് അങ്ങ് പോയി നിൽക്കണം. വിശ്വസിക്കില്ല നാരദരെ ഇവര്. ഇല്ല, ഞാൻ പറഞ്ഞു കൊടുക്കാം അവർക്ക്. നാരദൻ വീണയോടുകൂടെ, കൃഷ്ണൻ മയിൽപ്പീലിയോടുകൂടെ പ്രത്യക്ഷപ്പെട്ടു. ഭജനക്കാരെ കുറച്ചുനേരം കഴിഞ്ഞപ്പോ ശ്രദ്ധിച്ചു. ഇപ്പോഴേക്ക് ഭജനയിൽ വേഷമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവര് അതിന്റെ ഭാഗമാണെന്ന് അവര് ധരിച്ചു. അവര് ഭജന കഴിഞ്ഞിട്ട് ചോദിച്ചു, ഏതാ പാർട്ടി? നല്ല അസലായിട്ടുണ്ടല്ലോ. നാരദൻ പറഞ്ഞു കൊടുത്തു, സാക്ഷാത് ഭഗവാനാണ്. അതുപോലെ തന്നെ ഉണ്ട്. ഒരുപാട് മെനക്കെട്ടു നാരദ മഹർഷി. അവസാനം പറഞ്ഞു, എങ്ങനെയായാൽ നിങ്ങൾ വിശ്വസിക്കും എന്ന് ചോദിച്ചു. ഒരു കല്ല് സ്വർണ്ണമാക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെയാണ് വിശ്വാസം. അപ്പൊ നാരദന്, ഭഗവാനെ അങ്ങനെയെങ്കിലും വിശ്വാസം വരുമെങ്കിൽ വരട്ടെ. നാരദരെ വേണ്ട, നോക്കാം, അങ്ങനെയെങ്കിലും വിശ്വാസം വരുമോ നോക്കാം. ആഗ്രഹം സാധിച്ചാൽ ചിലപ്പോൾ വിശ്വാസം വന്നാലോ. അപ്പൊ അവിടെ ഭജനയ്ക്ക് മൃദംഗം വായിക്കുന്നതിന്റെ ശ്രുതി കൂട്ടണ കല്ലുണ്ട്, അതെടുത്തിങ്ങനെ നീട്ടി. അപ്പൊ ഭഗവാൻ അങ്ങനെ കൈ കൊണ്ട് അങ്ങനെ കാണിച്ചത് സ്വർണ്ണമായി അത്രേ. അപ്പൊ ഈ 10-15 പേര് അവിടുന്ന് ഓടിപ്പോയി. എവിടേക്കാ പോണെന്ന് നാരദർക്കൊന്നും പിടികിട്ടില്ല. ആള് വീതം ലോഡായിട്ട് കല്ലെടുത്ത്, വലിയ വലിയ കല്ലെടുത്ത് സ്വർണ്ണാക്കാനായിട്ട്. കാമൈസ്തൈസ്തൈഹി ഹൃതജ്ഞാനാഃ പ്രപദ്യന്തേ അന്യദേവതാഃ. ഒരിടത്ത് ഒരു സാധുവിന് ജീവകാരുണ്യം ഉണ്ടായി. ഒരാൾക്ക് മഹാരോഗം, മാറാത്തൊരു രോഗം വന്നു. അപ്പൊ ആ സാധു പറഞ്ഞു, എന്റെ തലയിലുള്ള ഒരു രോമം നീ പറിച്ചെടുത്തോളൂ, നിന്റെ രോഗം മാറിക്കോളൂ എന്ന് പറഞ്ഞു. ആ രോഗി ഈ സാധുവിന്റെ തലയിൽ നിന്നും ഒരു രോമം പറിച്ചുകൊണ്ടുപോയി. വൈകുന്നേരം ആവുമ്പോഴേക്കും രോഗം മാറി. നാട്ടിൽ ചെന്ന് പറഞ്ഞു. പിന്നത്തെ കഥ നിങ്ങൾക്ക് ഊഹിക്കണോ? പറഞ്ഞു തരണോ? ആ സാധു ഒരു തലരോമെങ്കിലും ബാക്കിയോടെ നിൽക്കുവോ? ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഏതെങ്കിലും ആസ്പത്രിക്കാർ പൊക്കിക്കൊണ്ടുപോകും. എക്സ്ട്രാ ഇഞ്ചക്ഷൻ വെച്ച് രോമം വളർത്തും, പറിച്ചെടുത്തോണ്ട് പോകാനായിട്ട്, അല്ലേ? ഒരിക്കലും വൈഭവം കൊണ്ട് ഈശ്വര വിശ്വാസമോ ശ്രദ്ധയോ ഉണ്ടാവില്ല.
കാമൈസ്തൈസ്തൈർ ഹൃതജ്ഞാനാഹ, എല്ലാവരും അവരവരുടെ ഭക്തന്മാരാണ്. ഓർത്തുള്ള വേദാന്തത്തിന്റെ സിദ്ധാന്തത്തിൽ നിന്ന് നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും വഴുതി പോവാൻ സാധിക്കില്ല. ഒരിക്കലും നമ്മൾക്ക് മറ്റ് ഏതോ ഒരു ദേവതയുടെയോ ഈശ്വരന്റെയോ ഭക്തന്മാരാണ് നമ്മളെന്നൊക്കെ നടിക്കാമെന്നല്ലാതെ വാസ്തവത്തിൽ എല്ലാവരും ആത്മഭക്തന്മാരാണ്. ആ തത്വം സ്വീകരിക്കണവരെ നമ്മൾ ഹിപ്പോക്രൈറ്റ്സ് ആയിട്ടിരിക്കും, മിഥ്യാചാരന്മാരായിട്ടിരിക്കും. നമ്മൾ മറ്റുള്ളവരുടെ ഭക്തന്മാരാണെന്നൊക്കെ പറയാം, മറ്റുള്ളവരൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നവരെ നമ്മൾ ഭക്തിയൊക്കെ ചെയ്യും. ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ ഭക്തി പോയി. അവനവന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി അതിനനുസരിച്ചുള്ള നിയമങ്ങളും വ്രതങ്ങളും ചര്യകളും ഒക്കെ അനുഷ്ഠിക്കും. തം തം നിയമമാസ്തായ. എന്തുകൊണ്ടാണ് അവരെങ്ങനെ ചെയ്യണത്? നിയതാഹ പ്രകൃതി, അവരവരുടെ പ്രകൃതി, അവരവരുടെ സ്വഭാവം, അവരവരുടെ വാസന, അതിനനുസരിച്ച് അവർ ഇന്ന ഉപാസന, ഇന്ന പൂജ, ഇന്ന രീതിയിലൊക്കെ ചെയ്യും. അവർക്ക് ഫലം കിട്ടുമോ? നിശ്ചയമായിട്ടും കിട്ടും. ഏത് രീതിയിൽ ഭഗവാനെ ഭജിച്ചാലും, എന്താഗ്രഹത്തോടുകൂടെ ഭജിച്ചാലും, എന്തിനു വേണ്ടി ഭജിച്ചാലും ഫലം കിട്ടും. നോക്കൂ, അടുത്ത ശ്ലോകം നോക്കൂ. അതാണ് സ തയാ ശ്രദ്ധയാ യുക്തഃ. നോക്കൂ, അടുത്ത ശ്ലോകം വിട്ടുപോയി. യോ യോ യാം യാം തനും ഭക്തഃ ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യ തസ്യാചലാം ശ്രദ്ധാം താമേവ വിദധാമ്യഹം. സ തയാ ശ്രദ്ധയാ യുക്തഃ തസ്യാരാധനമീഹതേ ലഭതേ ച തതഃ കാമാൻ മയൈവ വിഹിതാൻ ഹിതാൻ. യോ യോ യാം യാം തനും ഭക്തഃ ശ്രദ്ധയാ അർച്ചിതുമിച്ഛതി. ഭഗവാൻ പറയണത്, ആരാര് ഏതേത് രൂപത്തിനെ ശ്രദ്ധയോടുകൂടെ ആരാധിക്കാൻ ആശിക്കുന്നു, അതാത് രൂപത്തിൽ അതാത് മനുഷ്യന് ഫലം കൊടുത്ത് അയാൾക്ക് അതാത് ദേവതകളിലുള്ള ശ്രദ്ധയെ ഞാൻ ബലപ്പെടുത്തും. ഞാനെന്ന് വെച്ചാൽ അന്തര്യാമിയായ ആത്മാ. നമ്മള് സത്യസ്വരൂപികളാണ്. നമ്മളുടെ ശ്രദ്ധ എവിടെ ഇടുമ്പോഴും നമ്മൾ വിചാരിക്കും, ഇപ്പൊ ഒരു ജ്യോതിഷി, ഒരു ജ്യോത്സ്യൻ പ്രവചിക്കുന്നത് പെട്ടെന്ന് ഫലിക്കും, വേറൊരിടത്തും ഫലിക്കില്ല. എന്താ കാര്യം? ഒരേ ശാസ്ത്രമല്ലേ. എന്താ കാര്യം എന്ന് വെച്ചാൽ, പറയണ ഒരാൾക്ക് ഉപാസനയുണ്ട്, വേറെ ഒരാൾക്ക് ഉപാസനയില്ല. വൈദ്യത്തിനൊക്കെ ഇത് പറയും. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ പറയണ ആള് വാട്ട് യു സേ, വാട്ട് യു ഡു is not so important as what you are in yourself. ഇത് അരബിന്ദോവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. What you say or what you do is not so important as what you are in yourself. നിങ്ങളിൽ എന്താണോ, നിങ്ങളുടെ ഉണ്മയായ സത്ത, ഉണ്മയായി നിങ്ങളിൽ എത്രയുണ്ടോ അത്രയും കണ്ട് പ്രാധാന്യം നിങ്ങൾ ചെയ്യുന്നതിനും പറയുന്നതിനൊന്നുമില്ല എന്നാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഉണ്മയെ ഒരു പദാർത്ഥത്തിൽ വെച്ചിട്ടാണ് അത് ഫലിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടെ എന്തിനെ ഉപാസിച്ചാലും അതിന് ബലം വരും. അത് കഴിഞ്ഞ് അയാൾ ഇതിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ശ്രദ്ധ വയ്ക്കും. അതിൽ നിന്ന് തന്നെ ഫലം കിട്ടും. ആ വസ്തു അല്ലെങ്കിൽ ആ ദേവത അവിടെ നിന്നാണ് എനിക്കൊക്കെ കിട്ടണത് എന്ന് നമ്മൾ ധരിക്കും. ഇവിടുന്നാണ് എന്ന് ജ്ഞാനം വരണവരെ അറിയില്ല. നമ്മള് അവിടെ നിന്നാണ് വരണത് എന്ന് ധരിക്കും. അടുത്ത ശ്ലോകം നോക്കൂ. സതയാ ശ്രദ്ധയാ യുക്തഃ തസ്യ ആരാധനമീഹത്തെ ലഭതേജ തതഃ കാമാന് മയൈവ വിഹിതാൻ ഹിതാൻ. ആത്മാവിൽ നിന്നു തന്നെ വരുന്ന ശക്തിവിശേഷം കൊണ്ട് ഇയാൾക്ക് ഫലം കിട്ടുന്നു. പക്ഷെ ആത്മാവിൽ നിന്നാണ് കിട്ടുന്നതെന്ന് അറിയില്ല, വസ്തുക്കളിൽ നിന്നാണെന്ന് ധരിക്കും. ഒരു നായയ്ക്ക് എല്ലിന്റെ കഷ്ണം കിട്ടി, എല്ല് കടിച്ചപ്പോ നാവ് പൊട്ടി രക്തം വരാൻ തുടങ്ങി.
നായ വിചാരിച്ചു എല്ലെന്നാണ് രക്തം വരുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കടിക്കുകയാണ്. ഇതുപോലെ നമ്മള് പുറമേ ഉള്ള പദാർത്ഥങ്ങളിൽ നിന്നാണ് നമുക്ക് ഫലം കിട്ടുന്നത്. ഈ ദേവത അനുഗ്രഹിച്ചു, ആ ദേവത അനുഗ്രഹിച്ചു, അവിടുന്ന് വന്നു ഇവിടുന്ന് വന്നു ഒക്കെ പറയും. വാസ്തവത്തിൽ ഉള്ളിലുള്ള അന്തര്യാമിയാണ് അനുഗ്രഹിക്കുന്നത് എന്നുള്ളത് ഇയാൾക്ക് ജ്ഞാനം വരണവരെ പിടികിട്ടണില്ല. അപ്പൊ പുറത്തെവിടുന്നോ ആണ് കിട്ടുന്നത് ധരിക്കുമ്പോ ഇയാൾക്ക് ആ ഫലം ഉണ്ടല്ലോ അത് അല്പമായിട്ട് നിൽക്കും. ആ ദേവതയുള്ളവരെ അല്ലെങ്കിൽ ആ വ്യക്തി ഉള്ളവരെ അല്ലെങ്കിൽ നമ്മൾ ആ കർമ്മം ചെയ്യുന്നവരെ ആ ഫലം കിട്ടും. അത് കഴിഞ്ഞ് പോയി. ഇതാണ് അടുത്ത ശ്ലോകം. നോക്കും. അന്തവത്തു ഫലം തേഷാം തദ്ഭവത്യൽപമേധസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്താഃ യാന്തി മാമപി. ഹിതാൻ ഇതി പദച്ഛേദേ മയൈവ വിഹിതാൻ വിഹിതാൻ ഹിതാൻ വിഹിതാൻ ഹിതാൻ എന്നുള്ളൂ കഴിഞ്ഞ ശ്ലോകത്തില്. അതിൽ വിഹിതാൻ ഹിതാൻ ആചാര്യസ്വാമികൾ ഹിതാൻ എന്ന് പറഞ്ഞതിന് അർത്ഥം പറയാണ് കാമയൊരിക്കലും ആർക്കും ഹിതമല്ല എന്നാണ്. നല്ല ആഗ്രഹമോ ചീത്ത ആഗ്രഹമോ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. നല്ല ആഗ്രഹം ചീത്ത ആഗ്രഹം എന്നൊന്നും പിരിക്കണ്ട. ആഗ്രഹം ഏതാണെങ്കിലും നല്ലതല്ല. പക്ഷെ ആഗ്രഹിക്കണു, ഫലം കിട്ടണം. ഇതൊരു തരം ഭിക്ഷാടനാണ്. പുറമേക്ക് ഭിക്ഷ എടുക്കുന്ന ഭിക്ഷക്കാരനേക്കാളും നമ്മള് മോശമാണ്. നമ്മള് ഉള്ളിലൂടെ ഒരു ഭിക്ഷ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കിട്ടുമോ, അത് കിട്ടുമോ, അത് കിട്ടുമോ, ഇത് കിട്ടുമോ, ആശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അന്തവത്വ ഫലം, അവരുടെ ഫലം ഉണ്ടല്ലോ, അവർക്ക് എന്ത് കിട്ടുമോ അത് ഫൽഗുലയം ഗച്ഛതി, പെട്ടെന്ന് ലയമായി പോകും. അല്പമേധസാം, അവർ അല്പജ്ഞാനികളാണെന്നാണ്, മൂഢന്മാരാണ്, മടയന്മാരാണ്. അല്പമായിട്ട് ഫലം കൊതിച്ചുകൊണ്ട് നടക്കുന്ന ഭിക്ഷാടനരാണ് അവര്, ഭിക്ഷുക്കളാണ്. അന്തവത്വഫലം ദേശാം തദ്ഭവതി അല്പമേധസാം ദേവാൻ ദേവയിച്ചു. പുറത്തൊരു ദേവത എന്ന് പറഞ്ഞ് ആരാധിക്കുന്നവൻ ആ ദേവതയുടെ അടിമയായിട്ടിരിക്കും. ആത്മാവിനെ അറിയുന്നവൻ ജീവൻ മുക്തനായിട്ട് തീരും. പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു ദേവതയെന്നും ഞാനതിന്റെ അടിമയെന്നും ഈ ഭാഗത്തോടുകൂടെ ഇരിക്കുന്നവൻ, ദേവന്മാരെ ആരാധിക്കുന്നവൻ ദേവന്മാരോട് പോയി ചേരും. ഈശ്വരനെ ആരാധിക്കുന്നവൻ ഈശ്വരനിൽ നിഷ്ഠനായിട്ട് തീരും. ഔപനിഷദമായിട്ട് പറയുകയാണെങ്കിൽ ആത്മജ്ഞാനം കൊണ്ട് മുക്തനായിട്ട് തീരും. പുറമെ ഒരു ദേവതയെ ആരാധിക്കുമ്പോ ഡിപ്പെൻഡബിലിറ്റി പോകില്ല. അൾട്ടിമേറ്റ് ആയിട്ട് ആത്മജ്ഞാനത്തിന് വന്നാവണമെന്നർത്ഥം. പുറമേ അന്യോഹം അന്യോസൗ എന്ന് പറഞ്ഞ് ആരാധിക്കുന്നവരെ, ആരാധക ഭാവം ഉള്ളവരെ ഇയാൾ അടിമയാണ്. ആ ദേവതയും വിടില്ല. കാരണം എവറിത്തിങ് ബിക്കംസ് പവർഫുൾ. നിങ്ങൾക്കറിയോ അറിയില്ല, TV, ടേപ്പ് റെക്കോർഡർ, AC, ഫാന്, ഇതിനൊക്കെ ജീവനുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഇല്ല എന്ന് പറയും. നിങ്ങളാണ് അതിന് ജീവൻ കൊടുക്കുന്നത്. കുറെ പ്രാവശ്യം കണ്ടു, ഇതൊക്കെ ആയി. പലരും പറയണു വിടണമെന്ന് വിചാരിക്കണു, നടക്കണില്ല. ആ സമയമാകുമ്പോ എഴുന്നേറ്റ് പോവും, ഓൺ ചെയ്യുന്നു. അതൊക്കെ നമ്മളെ പിടിക്കുകയാണ്. എന്തിനും നിങ്ങൾക്ക് ജീവൻ കൊടുക്കാം, എന്തിനും നിങ്ങൾ അടിമയായിട്ട് തീരാം. പുറമേയുള്ള ഏത് വസ്തുവിനെ നിങ്ങൾ ആശ്രയിക്കുന്നു, അത് നല്ല വസ്തുവാവട്ടെ ചീത്ത വസ്തുവാവട്ടെ, കുറെ കഴിയുമ്പോൾ നിങ്ങൾ ആശ്രിതരായിട്ട് തീരും, അതിന്റെ അടിമയാവും. നേരെ മറിച്ച് നിങ്ങളുടെ സ്വരൂപത്തിനെ നിങ്ങൾ അറിയുമ്പോൾ സ്വതസിദ്ധഭാവാത് അനന്യാശ്രയത്വാത്, സ്വതസിദ്ധമാണ് ആത്മാ. നിങ്ങൾ നിത്യമുക്തരാണ്, സ്വതന്ത്രരാണ്, പൂർണ്ണവസ്തുവാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അന്യ ആശ്രയം എന്നുള്ള ദോഷം ആത്മാവിലില്ലാത്തത് കൊണ്ട്, ആത്മാവിന്റെ സ്വരൂപം തന്നെ അന്യാശ്രയരഹിതമാണ്. അന്യാശ്രയമില്ലാത്തത് കൊണ്ട് നിങ്ങള് സ്വതന്ത്രരായിട്ട് തീരും, വിമുക്തരായിട്ട് തീരും. മുക്തി നേടിയെടുക്കേണ്ടതല്ല, മുക്തി നിങ്ങൾക്ക് സ്വഭാവസിദ്ധമായിട്ട് തീരും.
അപ്പോ ദേവാൻ ദേവേജോ യാന്തി മദ്ഭക്ത യാന്തി. എന്റെ ഭക്തന്മാരെന്നൊക്കെ പറയുമ്പോൾ എന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ എന്നർത്ഥമല്ല. ഗീതയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൃഷ്ണൻ എവിടെയൊക്കെ എനിക്ക് ശരണാഗതി ചെയ്യൂ എന്ന് പറയുന്നതൊക്കെയാണ് നമുക്ക് ഇത്തിരി സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. അതൊക്കെ തെളിവായിട്ട് അറിഞ്ഞോളണം. ആത്മാ എന്നർത്ഥമെടുത്തോളണം, ആത്മജ്ഞാനം എന്നർത്ഥമെടുത്തോളണം. അല്ലാതെ കൃഷ്ണഭക്തി മാത്രമായിട്ടോ ശിവഭക്തി മാത്രമായിട്ടോ വിഷ്ണുഭക്തി മാത്രമായിട്ടോ അർത്ഥം എടുക്കാൻ പാടില്ല. അപ്പൊ ദേവനെ ആരാധിക്കുന്നവൻ ദേവന്റെ അടുത്തേക്ക് പോകും, ആത്മാവിനെ അറിയുന്നവൻ ആത്മാവായിട്ടിരിക്കും. മദ്ഭക്താഃ യാന്തി മാം അപി അന്തവത് വിനാശീതു ഫലം തേഷാം അല്പമേധസാം അല്പപ്രജ്ഞാനാം ദേവയജഃ ദേവാൻ യാന്തി മദ്ഭക്താഃ മാം യാന്തി ഏവം സമാനേ അപി ആയാസേ മാമേവ ന പ്രപദ്യന്തേ അനന്തഫലായ അഹോ ഖലു കഷ്ടതരം വർത്തതേ ഇത്യനുക്രോശം ദർശയതി. കിം നിമിത്തം മാമേവ ന പ്രപദ്യന്തേ, എന്നെ എന്തുകൊണ്ടാണ് ശരണാഗതി ചെയ്യാത്തത്? എന്തുകൊണ്ട് ആത്മജ്ഞാനത്തിന് തയ്യാറാവണില്ല? അടുത്ത ശ്ലോകം നോക്കൂ. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാമബുദ്ധയഃ പരം ഭാവമജാനന്തഃ മമാവ്യയമനുത്തമം. ആത്മജ്ഞാനത്തിന് തയ്യാറാവാതിരിക്കാനുള്ള ദോഷം ഈശ്വരനെ വ്യക്തിയാണെന്ന് കരുതുന്നതാണ്. അല്പബുദ്ധയ മന്യന്തേ മാം അബുദ്ധയ, അജ്ഞാനികൾ, ഈശ്വരൻ തന്നിരിക്കുന്ന വിചാരശക്തിയെ പ്രയോജനപ്പെടുത്താത്തവർ, തത്വജ്ഞാനത്തിന് തയ്യാറാവാത്തവർ, അപരോക്ഷമായ ആത്മാവിനെ വ്യക്തിമാപന്നം മന്യന്തേ, ഒരു വ്യക്തിയായിട്ട് കണക്കാക്കുന്നു, വെറും ഒരു രൂപം മാത്രമായിട്ട് കണക്കാക്കുന്നു. അവ്യക്തം അപ്രകാശം വ്യക്തിം ആപന്നം പ്രകാശം ഗതം ഇതാനി മന്യന്തേ മാം നിത്യപ്രസിദ്ധം ഈശ്വരം. അവര് വിചാരിക്കണ ആചാര്യസ്വാമിയുടെ ഭാഷ്യം നോക്കൂ. ഇത്ര കാലം അറിയപ്പെടാത്തൊരു വസ്തു ഇതാ അപ്പൊ കൃഷ്ണന്റെ രൂപത്തിൽ വന്നു, ഇനിയിപ്പോ മറഞ്ഞുപോകും എന്ന് അജ്ഞാനികൾ ധരിക്കുന്നു. നിത്യപ്രസിദ്ധം എന്നാണ്. ഒരിക്കലും വ്യക്തമോ അവ്യക്തമോ ആകാത്തതും എപ്പോഴും അപരോക്ഷമായി ഞാൻ 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 എന്ന രൂപത്തിൽ അനുഭവത്തിൽ എല്ലാവരുടെ ഉള്ളിലും സിദ്ധമായിട്ടുള്ളതും, ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങൾ മുതലായ ഉപകരണങ്ങളെക്കാളും എക്സ്പ്ലിസിറ്റായിട്ട് ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസിൽ അനുഭവത്തിൽ സിദ്ധമായിട്ടുള്ളതുമായ ബോധത്തിനെ അവ്യക്തമെന്നും വ്യക്തമെന്നും ഒക്കെ വേർതിരിച്ച് കാണുന്നു അബുദ്ധികൾ, മണ്ടന്മാര് എന്നാണ്, ശ്രദ്ധയില്ലാത്തവര്. അവര് പരംഭാവമജാനന്ത, നിത്യസിദ്ധമായിട്ടുള്ള പരമേശ്വര സ്വരൂപത്തിനെ, ആത്മസ്വരൂപത്തിനെ, ഞാൻ എന്നുള്ളതിന്റെ ഉണ്മയായ സ്വരൂപത്തിനെ അറിയാതെ അവ്യയം അനുത്തമം, വ്യയമില്ലാതെ, ഏറ്റക്കുറച്ചലുകളില്ലാതെ, പരിണാമമില്ലാതെ, വികാരമില്ലാതെ, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എല്ലാ അവസ്ഥകളിലും മാറാതെ പരിണമിക്കാതെ അഹമഹം എന്നുള്ളതിന്റെ ഉണ്മയായ സ്വരൂപമായി കേവല ചിന്മാത്രമായിട്ടുള്ള സത്തയെ ന അവജാനന്തി. മമാവ്യയം അനുത്തമം വ്യയരഹിതം അനുത്തമം നിരതിശയം മദീയം ഭാവം ആത്മസ്വരൂപം നിത്യപ്രസിദ്ധമപി ന അവജാനന്തി അവിവേകിനഃ. നിത്യപ്രസിദ്ധമായ ആത്മാവിനെ അറിയുന്നില്ല. എന്തുകൊണ്ടാ അജ്ഞാനം? അടുത്ത ശ്ലോകം. നാഹം പ്രകാശഃ സർവസ്യ യോഗമായാ സമാവൃതഃ മൂഢോയം നാഭിജാനാതി ലോകോ മാമജമവ്യയം. ന അഹം പ്രകാശ സർവസ്യ, എല്ലാവർക്കും നിത്യ അനുഭവത്തിലുള്ളതാണ്. ആത്മാനുഭവം ഇല്ലാത്തവരാരുണ്ട്? എല്ലാവർക്കും അഹം അഹം എന്ന അനുഭവം ഉണ്ടല്ലോ.
ഇരുട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്താലും നമുക്ക് അറിയുന്ന ഒരേ ഒരു കാര്യം എന്താ, ഞാനുണ്ട് എന്നുള്ളത് അല്ലേ? എന്നിട്ടും ഈ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ നമുക്ക് സിദ്ധമായിട്ടുള്ളത് എന്താണ്, അതിന്റെ വില എന്താണ്, അതിന്റെ സ്വരൂപം എന്താണെന്ന് ബുദ്ധി അന്വേഷിക്കണില്ല. ഇല്ലാത്തതൊക്കെ അതിന് കൽപ്പിക്കണം. കഠോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ ശങ്കര ഭഗവത്പാദർ പറയണു, അഹോ അതിഗംഭീര ദുരവഗാഹ്യ വിചിത്രായം മായ. ഈ മായ വളരെ വിചിത്രാണ്. ഏറ്റവും അടുത്തുള്ളതും സിദ്ധമായിട്ടുള്ളതും ആത്മാവായി കിട്ടിയിട്ടുള്ളതുമായ വസ്തു ഇവൻ അറിയപ്പെടുന്നില്ല. ശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലും ഗുരു പറഞ്ഞു കൊടുത്താലും തത്വമസി എന്ന് ഉപദേശിച്ചാലും ഇവ മനസ്സിലാക്കണില്ല. അനുച്യമാനവി ആരും പറഞ്ഞിട്ടില്ലെങ്കിലും അഹം അമുഷ്യപുത്ര ഇതി ഗൃഹാതി, ഞാൻ ഇന്നവന്റെ പുത്രനാണ്, ഇന്നവന്റെ പേരക്കുട്ടിയാണ്, ഇന്ന കുടുംബത്തിൽപ്പെട്ടവനാണ്, ഇന്ന ജോലിയാണ്, ഇത്ര സമ്പത്തുണ്ട്, എന്തൊക്കെയോ പറയണു. നൂനം പരസ്യൈവ മായയാ മോമുഹ്യമാനഃ സർവോ ലോകഃ ബംഭ്രമീതി. വളരെയധികം ഭ്രമിച്ചു പോയിരിക്കുന്നു, മോഹിതരായിരിക്കുന്നു. അതാണ് മോഹിതാഹ നാഭിജാനന്തി മൂഢോയം നാഭിജാനാതി. മൂഢനായിട്ടുള്ളവൻ എന്നെ അറിയുന്നില്ല. എന്തുകൊണ്ടാ? യോഗമായ സമാവൃത, മായ കൊണ്ട് എന്ന് പറഞ്ഞു. യോഗമായ യോഗ ഗുണാനാം യുക്തി, സത്വരജസ്തമോ ഗുണങ്ങളുടെ ഘടന, അതിനെയാണ് ഇവിടെ യോഗം എന്നർത്ഥം. അതുകൊണ്ടുള്ള മായ കൊണ്ട് എന്നെ അറിയുന്നില്ല. ഭഗവതഃ ചിത്തസമാധാനം യോഗ തത്കൃതമായ, അത് ഇവിടെ ഭാഷ്യത്തില് രാമകൃഷ്ണ മിഷൻ ഭാഷ്യത്തിൽ ഒരു ചെറിയൊരു സ്ലിപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ മൂഢോയം നാഭിജാനാതി യോഗമായ സമാവൃത. അടുത്ത ശ്ലോകം നോക്കൂ. യേഷാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹനിർമുക്താഃ ഭജന്തേ മാം ദൃഢവ്രതാഃ. ആരുടെയാണോ പാപവാസന അസ്തമിച്ചിരിക്കുന്നത്, വിട്ടുപോയോ? വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദന കശ്ചന. ഏറ്റവും വലിയ ആശ്ചര്യം ഭഗവാൻ പറഞ്ഞത്, ഉള്ളില് ചിത് സ്വരൂപമായ ഏതൊന്ന് സിദ്ധമാണോ അത് സർവജ്ഞനാണെന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ഉള്ളില് നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്ന ലൈഫ് പ്രിൻസിപ്പിൾ, ബോധം, അതായത് കണ്ണിലൂടെ കാണുക, കാതിലൂടെ കേൾക്കുക, മൂക്കിലൂടെ മണക്കുക, നാവിലൂടെ രുചിക്കുക, ത്വക്കിലൂടെ സ്പർശിക്കുക, ഉറങ്ങുമ്പോ സ്വപ്നം കാണുക, എല്ലാം ചെയ്യുന്ന ഞാൻ എന്നുള്ള അനുഭവത്തിന്റെ ഉണ്മയായ സ്വരൂപത്തിനെ ജീവഭൂതാം മഹാബാഹോ, അതിനെ ഉപനിഷത്ത് വേദം എന്താ പറയണതെന്ന് വെച്ചാൽ സർവജ്ഞ സർവവിദ് എന്നാണ്. അതിന് വിശേഷണം ഇറ്റ് ഈസ് ഓംനിഷ്യന്റ്, ഓംനിപൊട്ടന്റ്, ഓൾ നോയിങ് എന്നൊക്കെയാണ് അർത്ഥം. എന്നുവെച്ചാൽ അങ്ങനെയാണോ നമുക്ക് തോന്നണത്? നമ്മളെ കുറിച്ചുള്ള നമ്മളുടെ എക്സ്പീരിയൻസ് എന്താ? എനിക്ക് എല്ലാം ഒന്നും അറിയില്ല, ഉള്ളത് തന്നെ ഒന്നും അറിയാൻ വയ്യ, ഞാൻ അല്പജ്ഞൻ, കിഞ്ചിജ്ഞൻ, സംസാരി, ദുഃഖി, ഇതൊക്കെയാണ് എന്റെ അനുഭവം. വേദം പറയണു സർവജ്ഞ സർവവിദ്. രണ്ട് കോൺട്രഡിക്ഷനാണ്. മൈ നോളജ് സേസ് ഐ എം എ പെറ്റി, യൂസ്ലെസ്, ലിമിറ്റഡ് ബീയിങ്. Veda says you are the infinite, all-knowing, immaculately pure,
ഓൾ പെർവേഡിങ് ട്രൂത്ത്. ഇതിലേതാ സ്വീകരിക്കേണ്ടത്? നമ്മളുടെ മനസ്സിന്റെ വിസ്പർ സ്വീകരിക്കണോ, വേദത്തിന്റെ റെവലേഷനോ? ഇവിടെ ഭഗവാൻ പറയണു, അന്തര്യാമി രൂപത്തിൽ സമതീതാനി വേദ. കഴിഞ്ഞുപോയതൊക്കെ എനിക്കറിയും, ഇപ്പോ ഉള്ളതും എനിക്കറിയും, വരാൻ പോണതും എനിക്കറിയും, ഭവിഷ്യാണിച്ച്. അങ്ങനെ ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് ഹൃദയേ വർത്തതെ ഈശ്വര സർവഭൂതാനാം ഹൃദയസേ അർജുന തിഷ്ഠതി. ഹൃദയത്തിലിരിക്കണം. നമ്മളുടെ ഉള്ളിലുള്ള അന്തര്യാമി രൂപത്തിലുള്ള ഭഗവാൻ കഴിഞ്ഞു പോയതറിയാം, ഇപ്പോൾ ഉള്ളതറിയാം, വരാൻ പോണതറിയാം, എല്ലാം അറിയാം. എന്നിട്ടും നാഹം, എന്നെ ആരും അറിയണില്ല എന്നാണ്. മാം തു വേദന കർശന എന്ന് വെച്ചാൽ എന്റെ അന്തര്യാമിയുടെ സ്വരൂപത്തിനെ നോബഡി ഈസ് കോൺഷ്യസ്. എന്തുകൊണ്ടാ അങ്ങനെ? ഈ പറഞ്ഞു കേട്ടാൽ എന്തുകൊണ്ട് അതങ്ങനെ തോന്നണില്ല? അതിന് കാരണമാണ് അടുത്ത ശ്ലോകം. ഇച്ഛാദ്വേഷസമുത്ഥേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേ യാന്തി പരന്തപ. ഇച്ഛാദ്വേഷസമുത്ഥേന കേനേതി വിശേഷാപേക്ഷായാം ഇതമാഹ ദ്വന്ദ്വമോഹേന. ദ്വന്ദ്വം എന്ന് വെച്ചാൽ രണ്ട് വരുമ്പോ ഒന്ന് നല്ലത്, ഒന്ന് ചീത്ത. നല്ലതിനോട് ഇച്ഛ, ചീത്തയോട് ദ്വേഷം. ശുഭത്തിൽ ആഗ്രഹം, അശുഭത്തിൽ ദ്വേഷം. ഇത് രണ്ടും വരുന്നത് കൊണ്ട് ഔട്ട് ഓഫ് ദ ഡെലൂഷൻ സർവഭൂതാനി, എല്ലാ ജീവജാലങ്ങളും പരസ്പര വിരുദ്ധൗ സുഖദുഃഖ ഹേതു വിഷയൗ യഥാകാലം സർവഭൂതൈഹി സംബധ്യമാനോ ദ്വന്ദ്വശബ്ദേന അഭിധീയതേ. തത്ര യഥാ ഇച്ഛാദ്വേഷൗ സുഖദുഃഖ തദ്ഹേതു സംപ്രാപ്ത്യാ ലബ്ധാത്മകോ ഭവതഃ തദാ തൗ സർവഭൂതാനാം പ്രജ്ഞായാഃ സ്വവശാപാദനദ്വാരേണ പരമാർത്ഥാത്മതത്വവിഷയ ജ്ഞാനോത്പത്തി പ്രതിബന്ധന കാരണം മോഹം ജനയതഃ. ഈ ഇച്ഛയും ദ്വേഷവും എന്ത് ചെയ്യുന്നു? ഉള്ളില് ഒരു മേഘം പോലെ കയറിയിട്ട് എല്ലാ ഭൂതജാലങ്ങളുടെയും പ്രജ്ഞായാഹ, പ്രജ്ഞ എന്ന് വെച്ചാൽ ആത്മജ്ഞാന ശക്തി, ആ ആത്മജ്ഞാന ശക്തിയെ തന്റെ വശപ്പെടുത്തണമെന്നാണ്. തന്റെ കയ്യിലേക്ക് കൊണ്ടുവന്നിട്ട് സ്വവശാപാദനദ്വാരേണ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പരമാർത്ഥാത്മ തത്വവിഷയ ജ്ഞാനോത്പത്തി പ്രതിബന്ധ കാരണം, ആത്മതത്വജ്ഞാനത്തിന് ഒരു ഹർഡിൽ, ഒരു വിഘ്നം, ഒരു പ്രതിബന്ധം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രതിബന്ധന കാരണം മോഹം ജനയതഃ, മോഹത്തിനെ ഉണ്ടാക്കുന്നു, ഒരു ഫാസിനേഷനെ ഉണ്ടാക്കുന്നു, ഒരു ഭ്രമത്തിനെ ഉണ്ടാക്കുന്നു, ഒരു ഇല്ലൂഷനെ ഉണ്ടാക്കുന്നു. ഉണ്ടാക്കിക്കഴിയുമ്പോൾ നഹി ഇച്ഛാദ്വേഷ പരവശീകൃത ചിത്തസ്യ യഥാഭൂതാർത്ഥ വിഷയജ്ഞാനം ഉത്പദ്യതേ ബഹിരവി. അറ്റാച്ച്മെന്റ് അവേർഷൻ ഉള്ള ഒരാൾക്ക് വെളിയിലുള്ള ഒരു വസ്തുവിനെ പോലും കറപ്റ്റഡ് ആയിട്ടല്ലാതെ കാണാൻ പറ്റില്ല, അല്ലേ? രാഗദ്വേഷം ഉള്ളപ്പോ പുറത്തുള്ള ഒരു വസ്തുവിനെ പോലും ഉള്ളപടി കാണാൻ പറ്റില്ല. നമ്മളുടെ ഇൻഫ്ലുവൻസ് വെച്ചുകൊണ്ടാണ് കാണുക, നമുക്കിഷ്ടം പോലെയാണ് കാണുക, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നോക്കുക, ഉള്ളപടി കാണില്ല. അപ്പോ വിശക്കണു, രാത്രി ഇപ്പോ 8:15 ചന്ദ്രനെ കണ്ട കവിത വരുമോ? ഇല്ല. അപ്പൊ എന്ത് തോന്നും? പപ്പടം തോന്നും. കവിക്ക് അത് കാണുമ്പോ കവിത വരണം. അയാൾക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ കാണും.
വിശക്കുന്നവന് പൂർണ്ണചന്ദ്രനെ കാണുമ്പോ പപ്പടം കാണും. ഒരേ വസ്തു തന്നെ നമ്മൾ ഏത് സ്ഥിതിയിലിരിക്കണോ അതിനനുസരിച്ചൊക്കെ കാണും. ഭക്തന് സാക്ഷാത് അംബികയുടെ രൂപം കാണും. അവരവരുടെ ഭാവത്തിനനുസരിച്ചാണ് അവിടെ രൂപം കാണുന്നത്. അതുകൊണ്ട് ഇച്ഛാദ്വേഷ ദോഷ പരവശീകൃത ചിത്ത, രാഗദ്വേഷ പരവശീകൃത ചിത്തൻ, അയാള് യഥാഭൂതാർത്ഥം ന പശ്യതി ന വിഷയജ്ഞാനമുത്പദ്യതേ ബഹിരപി കിമു വക്തവ്യം താഭ്യാം ആവിഷ്ടബുദ്ധേഹേ സമ്മൂഢസ്യ പ്രത്യഗാത്മനി ബഹുപ്രതിബന്ധേ ജ്ഞാനം ന ഉത്പദ്യതേ ഇതി. അങ്ങനെയുള്ള ആൾക്ക് ആത്മാവിനെ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളത് പറയണോ? എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇയാളുടെ അറ്റാച്ച്മെന്റ് അവേർഷൻ കാരണം ആത്മാവിനെ ശ്രദ്ധിക്കാൻ കഴിയാതെ ഇയാള് വിഷമിക്കുന്നു. അതുകൊണ്ട് ഹേ ഭാരത, സകല പ്രാണികളും ജനന മരണ ചക്രത്തിൽ ഇതുകൊണ്ട് തന്നെ വീഴുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വരനെ ആത്മസ്വരൂപമായിട്ട് അറിയുന്നില്ല. അടുത്ത ശ്ലോകം. ഏഷാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹ നിർമുക്താഹം ഭജന്തേ മാം ദൃഢവ്രതാഹം. ആരുടെയാണോ പാപവാസനകൾ പോയിരിക്കുന്നത്, തപസ്സുകൊണ്ട്, ഭഗവതാരാധന കൊണ്ട്, ഭക്തി കൊണ്ട്, ശരണാഗതി കൊണ്ട്, സത്സംഗം കൊണ്ട്, എന്തൊക്കെ വേണമൊക്കെ ചേർത്തു, എങ്ങനെയെങ്കിലും ഉള്ളിലുള്ള ഈ വാസനകൾ ഉള്ളിന്ന് പോയി ചിത്തം ശുദ്ധമായാൽ, ഉള്ളിൽ രാഗദ്വേഷം പോയാൽ, പ്രിജുഡിസ് പോയാൽ, ബയസ് പോയാൽ, തെളിഞ്ഞാൽ, ചിത്തത്തിൽ അകമേക്കുള്ള ദൃഷ്ടി തെളിവായാൽ അവര് ദ്വന്ദ്വമോഹ നിർമുക്താഹ. ഈ കോൺഫ്ലിക്റ്റ്, ദ്വന്ദ്വം, ഡുവാലിറ്റി, ഡുവലിസ്റ്റിക് attachment and aversion, dualistic process ceases to operate. ഈ ദ്വന്ദ്വം അവരിൽ പ്രവൃത്തിരഹിതമായിട്ട് തീരും. അറ്റാച്ച്മെന്റ്, അവേർഷൻ, ആകർഷണം, വികർഷണം, അട്രാക്ഷൻ, റിപ്പൽഷൻ ഒക്കെ പോകും. അവരൊന്നിന്റെയും സ്വാധീനത്തിൽ വരില്ല. പുറമേയുള്ള സാധാരണ വിഷയങ്ങളോ ഉയർന്ന വിഷയങ്ങളോ ഒന്നും തന്നെ അവരെ സ്വാധീനിക്കില്ല. അവര് ആത്മൈവസൻ ആത്മാനം ഏവ പശ്യന്തി ആത്മനിഷ്ഠാഹ ഭവന്തി. ആത്മനിഷ്ഠന്മാരായിട്ട് തീരും. അവര് മാം ഭജന്തേ ദൃഢവ്രത. അവരുടെ വ്രതം ഉണ്ടല്ലോ, വിച്ഛിത്തിയില്ലാത്ത വ്രതമാണ്. ഭഗവാനെ മാത്രം ഭജിക്കും എന്ന് വെച്ചാൽ ആത്മാവിൽ മാത്രം നിഷ്ഠരായിട്ട് തീരും. അങ്ങനെയുള്ളവര് എന്താണ് അവരുടെ ഉദ്ദേശം? അവർക്ക് വല്ല ഉദ്ദേശമുണ്ടോ? പറയണമെങ്കിൽ ഒന്നേ ഉള്ളൂ, ദുഃഖനിവൃത്തി. ദുഃഖനിവൃത്തി. ദുഃഖം എന്താണ്? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. നോക്കാം. ജരാമരണമോക്ഷായ മാമാശ്രിത്യ യതന്തി യേ തേ ബ്രഹ്മ തദ്വിദുഃ കൃത്സ്നം അധ്യാത്മം കർമ്മ ചാഖിലം. അടുത്ത അധ്യായത്തിന് ഒരു മുന്നോടി പറയാണ് ഭഗവാൻ ഇവിടെ. ഈ രണ്ട് ശ്ലോകവും നെക്സ്റ്റ് ചാപ്റ്ററിന് ഒരു ഇൻട്രഡക്ഷനാണ്. ഇവിടെ ഭഗവാൻ പറയണത്, വാർദ്ധക്യം, മരണം ഇതിൽ നിന്ന് വിമുക്തമാവാനായി എന്നെ ആശ്രയിച്ചുകൊണ്ട് ആത്മവിചാരമോ യോഗ പരിശീലനമോ ചെയ്യുന്നവർ ബ്രഹ്മത്തിനെ അറിയുന്നു, അധ്യാത്മത്തിനെ അറിയുന്നു, കർമ്മത്തിനെ അറിയുന്നു. അവര് ഉള്ളിലുള്ള അന്തഃകരണാദി സകല വിഷയങ്ങളുടെയും പ്രവൃത്തിയെ മനസ്സിലാക്കുന്നു, പരമേശ്വരനെ മനസ്സിലാക്കുന്നു, ആക്ഷൻ, കർമ്മത്തിനെ, അതായത് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ, ഈ മൂന്നും അവര് അറിയുന്നു. സാധിഭൂതം, വെളിയിലുള്ള മെറ്റീരിയലിസ്റ്റിക് വേൾഡ് അവർക്കറിയും. സാധിദൈവം, ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അലൗകിക വസ്തുവിനെ അവരറിയും. സാധിയജ്ഞം,
ഇതിന് ശരണാഗതി ത്യാഗം ചെയ്ത് ഇതിനെ എങ്ങനെ ആരാധിക്കണമെന്നറിയും. ഇങ്ങനെയൊക്കെ അറിയുന്നവര് പ്രയാണകാലേപിച്ചമാം തേ വിദുഹു യുക്തചേതസ. മരണസമയത്ത് അവര് എന്നെ അറിയും. 8ാമത്തെ അധ്യായം ക്രമമുക്തിയാണ്. യോഗസ്ഥിതിയിലിരുന്ന് ശരീരം വിടുന്ന യോഗിയെക്കുറിച്ച് പറയുന്നതാണ്. ഇച്ഛാമൃത്യുവാണ്. ജാതകത്തില് അഷ്ടമം എന്ന് പറഞ്ഞാൽ മരണസ്ഥാനാണ്. അതുപോലെ ഗീതയിലും 8 ഇച്ഛാമൃത്യുവിനെ കുറിച്ചുള്ള അധ്യായമാണ്. ക്രമമുക്തിയുടെ മാർഗമാണ്. അത് നമ്മള് അടുത്ത വർഷം കാണും. ഇപ്പോ ഈ 2 ശ്ലോകം അടുത്ത അധ്യായത്തിന് ഇൻട്രഡക്ഷൻ ആയതുകൊണ്ട് അത് തന്നെ നമ്മള് ഇവിടെ നിർത്തുകയാണ്. അടുത്ത അധ്യായം വരുമ്പോ ഈ ശ്ലോകങ്ങളിൽ തന്നെ നമ്മൾ വീണ്ടും തുടങ്ങും. ഈ ശ്ലോകത്തിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങും. അതുകൊണ്ട് നമ്മളിവിടെ സമാപിപ്പിക്കുകയാണ്. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാനവിജ്ഞാനയോഗോ നാമ 7ാമോ അധ്യായഃ. ഇങ്ങനെ ജ്ഞാനവിജ്ഞാനയോഗം എന്ന് പറയുന്ന 7ാം അധ്യായത്തിനെ ഭഗവത് പാദത്തില് അർപ്പിക്കുകയാണ്. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.